Hello, all of you. Good evening. Okay, sir. Okay. It's okay. Sir, class start ചെയ്തോളൂ. Okay. രണ്ട് മൂന്ന് പേരെ വന്നിട്ടുള്ളല്ലോ. അവര് ജോയിൻ ചെയ്തോളും സാർ. ഞാൻ ഒന്നും കൂടെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. Okay. ഓക്കെ സാർ. ആയിക്കോട്ടെ. വിനയ് ആന്റണി. ഹലോ, വിനയ് കേൾക്കാമോ? ഹലോ. ലിസ്മി ലൂയിസ്. ഹലോ ലിസ്മി, കേൾക്കാമോ? കേൾക്കാം. ഞാൻ കാര്യം ചോദിക്കാനാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയിരുന്ന ഏത് ടോപ്പിക്കാണെന്ന് പറയാം. എവിടത്തിലായിരുന്നു പറയാമോ? മാർക്ക് ചെയ്തില്ലായിരുന്നു. ആർട്ടിക്കിളിന്റെ ആ എക്സാമ്പിൾ വായിച്ചാൽ മതി. ലാസ്റ്റ് എഴുതിയ എക്സാമ്പിൾ വായിച്ചാൽ. I bought dash gold necklace for my wife. Okay. Thank you. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ കണ്ട പ്രധാനം, അതായത് നമുക്ക് 2-3 മിനിറ്റ് ഇന്നലെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റീക്യാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോഴേക്കും ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യുമെന്ന് കരുതുന്നു. ആകെ മൊത്തം നമുക്ക് 4 പേരോ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. 4-5 പേരോ. സോ ജസ്റ്റ് പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിമെമ്പർ ചെയ്തതിന് ശേഷം വയ്ക്കാൻ ന്യൂ ടോപ്പിക്. അതായത് നമ്മൾ കണ്ടു ആർട്ടിക്കിൾ എ ആൻഡ് ആർ കോൾഡ് ആർട്ടിക്കിൾസ്. Similarly, articles are classified into two. One is definite article, അത് ദായാണ്. Then second category എന്ന് പറയുന്നത് indefinite articles ആണ്, അത് എയും ആനുമാണ്. പിന്നെ നമ്മൾ പഠിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആർട്ടിക്കിൾസ് നമ്മൾ ഉപയോഗിക്കുന്നത് നൗണിന് മുൻപായിട്ട്, അല്ലെങ്കിൽ അഡ്ജക്റ്റീവിന് മുൻപായിട്ട്, അല്ലെങ്കിൽ ആഡ്വർബിന് മുൻപായിട്ടാണ് ഉപയോഗിക്കുക. സോ an article is used before a noun, adjective or adverb. പിന്നെ നമ്മൾ കണ്ടു, അതായത് നമ്മൾ ടോപ്പിക്ക് തന്നെ പഠിക്കുന്നത് 4ആയിട്ട് തിരിച്ചിട്ടാണ്. ആദ്യം നമ്മൾ പഠിക്കും യൂസസ് ഓഫ് ആർട്ടിക്കിൾസ് എ ഓർ ആൻ. എ ഓർ ആനിന്റെ ഉപയോഗങ്ങളാണ് പഠിക്കുക, എവിടെയൊക്കെ എയും ആനും ഉപയോഗിക്കണം. പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെയൊക്കെ ആർട്ടിക്കിൾസ് ആയ എയും ആനും ഉപയോഗിക്കരുത്. പിന്നെ എന്താണ്, അതുപോലെ തന്നെ ദാ എവിടെയെല്ലാം ഉപയോഗിക്കണം, ദാ എവിടെയെല്ലാം ഉപയോഗിക്കരുത്. അങ്ങനെ 4 പാർട്ടുകളായിട്ട് തിരിച്ചാണ് നമ്മൾ ഈ ആർട്ടിക്കിൾസിന്റെ ടോപ്പിക്ക് തന്നെ പഠിക്കുക. ആദ്യം നമ്മൾ കണ്ടു എയും ആനും എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്. അതായത് ഒരു എന്താണ്, കൺസോണന്റ് സൗണ്ടിൽ ആരംഭിക്കുന്ന ഒരു സിംഗുലർ വേർഡിന് മുമ്പ്, അതായത് സിംഗുലർ നൗണിന് മുമ്പ് നമുക്ക് എ ഉപയോഗിക്കാം. കൺസോണന്റ് സൗണ്ടിലാണ് ആരംഭിക്കുന്നതെങ്കിൽ അതിനു മുമ്പ് നമുക്ക് എ ഉപയോഗിക്കാം. അതായത് നമുക്കറിയാം, നമുക്ക് മൊത്തം 26 ഇംഗ്ലീഷ് ലെറ്ററുകൾ ഉള്ളതിൽ 5 എണ്ണം വവൽ ലെറ്ററും അതുപോലെ തന്നെ 21 കൺസോണന്റുമാണ്. എയും ഇ ഐ ഒ യു. എ ഇ ഐ ഒ യു എന്ന് പറയുന്നതാണ് 5 വവൽ ലെറ്റേഴ്സ് എന്ന് പറയുക.
പക്ഷെ ആക്ച്വലി എന്താണ് അത് വവൽ സൗണ്ട് എപ്പോഴും കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണ് അതിന് പ്രതിവിധി കണ്ടിട്ടുണ്ട്. മലയാളത്തിലെ അക്ഷരങ്ങളാണ് 5 അക്ഷരങ്ങളുണ്ട്. ആയും ഈയും ഊവും ഓയും ഏയും. ഈ 5 അക്ഷരങ്ങൾ. ഈ 5 അക്ഷരങ്ങളുടെ സൗണ്ടിലാണ് ഏതെങ്കിലും ആ സൗണ്ടിലോ ഈ സൗണ്ടിലോ ഊ സൗണ്ടിലോ ഓയുടെ സൗണ്ടിലോ അല്ലെങ്കിൽ എ സൗണ്ടിലോ ഒരു വാക്കിന്റെ ഉച്ചാരണം ആരംഭിച്ചാൽ അതിന് മുമ്പ് ആൻ ഉപയോഗിക്കണം. അല്ലെങ്കിൽ അത് നമ്മൾ എ ആണ് കൊടുക്കേണ്ടത്. മറ്റേതെങ്കിലും സൗണ്ടിലാണ് വരുന്നതെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് എ ആണ്. അങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്ന കൺസോണന്റ് സൗണ്ടും അതുപോലെ തന്നെ വവൽ സൗണ്ട്. ഇനി പിന്നെ നമ്മൾ പഠിച്ചു കണ്ടത് എന്താണെന്ന് വെച്ചാൽ, അതായത് ചില വാക്കുകൾ ആരംഭിക്കുന്നത് വവൽ ലെറ്ററിലാണെങ്കിലും ഉച്ചാരണം വവൽ സൗണ്ടിലല്ലാത്തത് കൊണ്ട് അതിനു മുമ്പ് നമ്മൾ എ ആണ് കൊടുക്കേണ്ടത്. ഉദാഹരണം നമ്മൾ കണ്ട് യൂറോപ്പിനും യൂണിക്കും യൂണിവേഴ്സിറ്റിയും ഉട്ടോപ്യനും ഇയറും യങ്മാനും വൺ ഐഡ് മാനും ഒക്കെ നമ്മൾ കണ്ടു. ഇവിടെയെല്ലാം നമ്മൾ എ ആണ് കൊടുത്തത്. പിന്നെ നമ്മൾ കണ്ടു എന്താണ് ആ 5 ലെറ്റേഴ്സിന്റെ സൗണ്ടിൽ ആരംഭിക്കുന്ന വാക്കുകൾക്ക് മുമ്പ് ആനാണ് കൊടുക്കേണ്ടത്. ഉദാഹരണം എഴുതിയിട്ടുണ്ട്. ആൻ ആപ്പിൾ, ആൻ ഓക്സ്, ആൻ ഇയർ, ആൻ ഓളോജി ആൻഡ് ആൻ എലഫന്റ് ഓൾ ആർ എക്സാമ്പിൾസ് ഓഫ് എന്താണ് ആൻ ഉപയോഗിക്കുന്ന ഉദാഹരണങ്ങളാണ്. അടുത്തത് പിന്നെ നമ്മൾ കണ്ടു, അതായത് എച്ച് അൺസൗണ്ടഡ് ആയിട്ട് വരുന്ന വാക്കുകൾ. എച്ച് അൺസൗണ്ടഡ് ആയിട്ട് വരുന്ന വാക്കുകൾ. അപ്പൊ എച്ച് അൺസൗണ്ടഡ് ആയിട്ടുണ്ടെങ്കിൽ എച്ചിന് ശേഷം വരുന്ന വാക്കുകളെയാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. അങ്ങനെ ഉച്ചരിക്കുമ്പോൾ അത് നമുക്ക് വവൽ സൗണ്ട് ആണ് നൽകുന്നതെങ്കിൽ അതിന്റെ ഉച്ചാരണം ആരംഭിക്കുന്ന വവൽ സൗണ്ടിലാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് നമ്മൾ ആൻ ഉപയോഗിക്കണം. ഇവ നമ്മൾ കണ്ടു എയറസ് അല്ലെങ്കിൽ ഓണസ്റ്റ് മാൻ അല്ലെങ്കിൽ അവർ അങ്ങനെയുള്ള വാക്കുകൾക്ക് മുമ്പ് നമ്മൾ ആൻ ഉപയോഗിക്കും. എന്നാൽ അതിന് ചെറിയൊരു എക്സെപ്ഷൻ ആയിട്ട് പറയുന്നുണ്ടോ, എന്താണ് നേരത്തെ ഹോട്ടൽ എന്ന് പറഞ്ഞിരുന്ന വാക്ക് ഇപ്പോൾ ഹോട്ടൽ എന്നാണ് പറയുന്നത്. അതിന് മുമ്പ് എ ആണ് കൊടുക്കുക. അപ്പൊ ഇവിടെ എച്ച് അൺസൗണ്ടഡ് അല്ല എന്നർത്ഥം. എച്ച് ഇവിടെ സൗണ്ടഡ് ആണ്. അതുപോലെ തന്നെ ഹിസ്റ്ററി ആ സെയിം നിയമത്തിന് ബാധകമാണ്. പിന്നെ നമ്മൾ കണ്ടു എന്താണ് ഷോർട്ട് ഫോംസ്, അതായത് അബ്രീവിയേഷൻസ് കൊടുത്താലും അബ്രീവിയേഷന് മുമ്പ് എ വേണോ ആൻ വേണോ തീരുമാനിക്കുന്ന അബ്രീവിയേഷന്റെ സൗണ്ടാണ്. എങ്ങനെയാണ് അതിന്റെ ഉച്ചാരണം ആരംഭിക്കുന്നത്. ഇപ്പൊ PTA എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് കൺസോണന്റ് സൗണ്ടിലാണ് ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പി എന്ന് പറയുന്ന കൺസോണന്റ് സൗണ്ടിലായതുകൊണ്ട് നമ്മൾ APTA എന്ന് പറയും, അല്ലെങ്കിൽ ACTBT എന്ന് പറയും. എന്നാൽ MLA എന്ന് പറയുമ്പോൾ എ സൗണ്ടിലാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുക ആൻ MLA, ആൻ MA, ആൻ MB എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവിടെ ആൻ ഉപയോഗിക്കും. അപ്പൊ നമുക്ക് ഫലത്തിൽ എന്താണ് അബ്രീവിയേഷൻ ആണെങ്കിലും എക്സ്പാൻഡഡ് ഫോം ആണെന്നുണ്ടെങ്കിലും നമ്മൾ നോക്കേണ്ടത് അതിന്റെ ഉച്ചാരണം ആരംഭിക്കുന്നതിന് ആ സൗണ്ടാണ് നോക്കേണ്ടത്. അത് വവൽ സൗണ്ടിലാണ് ആരംഭിക്കുന്നതെങ്കിൽ ആൻ കൊടുത്തോളൂ. കൺസോണന്റ് സൗണ്ടിലാണെന്നുണ്ടെങ്കിൽ എയും ഉപയോഗിക്കുക. പിന്നെ നമ്മൾ പഠിച്ചു എന്താണ് എയോ ആൻ നമുക്ക് ഒരു വസ്തുവിനെയോ വ്യക്തിയെയോ ആദ്യം റെഫർ ചെയ്യുമ്പോൾ ഉപയോഗിക്കാം. എന്നാൽ വീണ്ടും അതിനെ റെഫർ ചെയ്യുമ്പോൾ നമ്മൾ ദായാണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ എക്സാമ്പിളൊക്കെ എഴുതിയിട്ടുണ്ട്. ഐ ഹാവ് എ പെൻ, ദ പെൻ ഈസ് ബ്ലാക്ക്. അപ്പോൾ ആദ്യം നമ്മൾ പെന്നിനെ റെഫർ ചെയ്തപ്പോൾ നമ്മൾ എ കൊടുത്തു. എന്നാൽ രണ്ടാമത് വീണ്ടും പെന്നിനെ റെഫർ ചെയ്യുമ്പോൾ എ അല്ല കൊടുക്കേണ്ടത്, പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് ദായാണ്. അതാണ് ഒരു വസ്തുവിനെ കുറിച്ച് വ്യക്തിയെ കുറിച്ച് ആദ്യം പറയുമ്പോൾ എ ഓർ ആൻ, വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ദായാണ് എന്നുള്ള നിയമമാണ് പഠിച്ചത്. അടുത്തത് പിന്നെ നമ്മൾ കണ്ടു എന്താണ് അതായത് ഒരു നൗണിന് മുമ്പ് ഒരു അഡ്ജക്റ്റീവ് വന്നാൽ ആ അഡ്ജക്റ്റീവിന് മുമ്പ് നമുക്ക് ആർട്ടിക്കിൾ ചേർക്കാം. എയോ ആനോ ഒക്കെ നമുക്ക് ചേർക്കാവുന്നതാണ്. എക്സാമ്പിൾ നമ്മൾ എഴുതിയിട്ടുണ്ട്, മുംബൈ ഈസ് എ ബിഗ് സിറ്റി എന്ന എക്സാമ്പിൾ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ കണ്ടതാണ് എന്താണ് പ്രൊഫഷണലുകളുടെ പേരിന് മുമ്പ് നേഴ്സ് അല്ല എഞ്ചിനീയർ, ഡോക്ടർ തുടങ്ങിയവ എല്ലാം എന്താണ് പ്രൊഫഷൻസ് ആണ്. അവയുടെ പേരുകൾക്ക് നമുക്ക് എ ഓർ ആൻ ഉപയോഗിക്കാം. പിന്നെ ചില ഡിസീസുകളുടെ പേരുകൾക്ക് മുമ്പ് ഉപയോഗിക്കാറുണ്ട്. അതായത് മൈനർ ആയിട്ടുള്ള രോഗങ്ങളാണെങ്കിൽ അതിനു മുമ്പ് നമ്മൾ എ ഓർ ആൻ ഉപയോഗിക്കാം. ഉദാഹരണം ഐ ഹാവ് എ ഹെഡ് ഏക്ക് അല്ലെങ്കിൽ ഷീ ഹാസ് എ കഫ് ആൻഡ് കോൾഡ്. എന്നാൽ വലിയ രോഗങ്ങളുടെ പേരിന് മുമ്പ് നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കില്ല. എക്സാമ്പിൾ നമ്മൾ എഴുതിയിട്ടുണ്ട് ഹി ഡൈഡ് ഓഫ് ക്യാൻസർ. അവിടെ ഡൈഡ് ഓഫ് ക്യാൻസർ എന്ന രോഗത്തിന്റെ പേരിന് മുമ്പ് നമ്മൾ ആർട്ടിക്കിൾ ഒന്നും ചേർത്തിട്ടില്ല. എന്നാൽ ഐ ഹാവ് എ ഹെഡ് ഏക്ക് എന്ന് പറയുമ്പോൾ ഹെഡ് ഏക്കിന് മുമ്പ് നമ്മൾ എ ചേർത്തിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് മൈനർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എ ആർ ആൻ ഉപയോഗിക്കാം. എന്നാൽ മേജർ ഡിസീസിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കാൻ പാടില്ല.
പിന്നെ അതാണ് ഒരാളെ ഒരു അവ്യക്തമായിട്ട് സൂചിപ്പിക്കുവാനായിട്ട് നമ്മൾ ക്ലാസ്സിൽ എഴുതിയ എക്സാമ്പിൾ എങ്ങനെയാണ് മിസ്റ്റർ ജോൺ മിസ്റ്റർ ജോൺ ഹാസ് കം ടു സീ യു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഒരു ജോൺ നിങ്ങളെ കാണുവാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ആരാണെന്ന് വ്യക്തമാക്കുന്നില്ല. അപ്പൊ അങ്ങനെ അവ്യക്തമായിട്ട് ഒരാളെ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ വി ക്യാൻ യൂസ് എ ഓർ ആൻ. അത് ഇവിടെ മിസ്റ്റർ ആയതുകൊണ്ട് മിസ്റ്റർ ആണെങ്കിൽ എപ്പോഴും എ തന്നെയായിരിക്കും. പിന്നെ പേര് കൺസോണന്റ് സൗണ്ടിലാണെങ്കിൽ എ കൊടുക്കാം. ജോൺ ഹാസ് കം ടു സീ യു എന്ന് പറയാമല്ലോ. പിന്നെ സാധാരണ നമുക്കറിയാം പേരുകൾക്ക് മുമ്പ് നമ്മൾ സല്യൂട്ടേഷൻസ് കൊടുക്കാറുണ്ട്. മിസ്റ്റർ അല്ലെങ്കിൽ മിസ് നമ്മൾ കൊടുക്കാറുണ്ട്. അതിൽ ഏത് വന്നാലും എന്താണ് എ തന്നെയാണ് വരിക, അവിടെ ആൻ വരാറില്ല. ഇനി അതുപോലെ തന്നെ എന്താണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആരംഭിക്കുന്നത് വാട്ട് എന്ന ക്വസ്റ്റ്യൻ വേർഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് വാട്ട് എ ബ്യൂട്ടിഫുൾ പിക്ചർ ഇറ്റ് ഈസ്, അല്ലെങ്കിൽ വാട്ട് എ ബ്യൂട്ടിഫുൾ സൺസെറ്റ് ഇറ്റ് ഈസ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ വാട്ട് എന്ന ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം നമ്മൾ എ ചേർക്കാറുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചത് കാര്യങ്ങളെല്ലാം എന്താണ് ഒമിഷൻസ് ഓഫ് എ ഓർ ആൻ ആണ് നമ്മൾ തുടങ്ങിയത്. ഒമിഷൻസ് അതായത് അൺകൗണ്ടബിൾ നൗണുകൾക്ക് മുമ്പ് എ ഓർ ആൻ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പൊ എയർ എന്ന് പറയുന്നത് നമുക്കറിയാം അൺകൗണ്ടബിൾ ആണ്, എണ്ണാൻ പറ്റില്ല. വാട്ടർ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. ഓയിൽ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. പിന്നെ അഡ്വൈസ് അൺകൗണ്ടബിൾ ആണ്. ഇൻഫർമേഷൻ അൺകൗണ്ടബിൾ ആണ്. ഫൺ അൺകൗണ്ടബിൾ ആണ്. ബാഗേജ് അൺകൗണ്ടബിൾ ആണ്. ന്യൂസ് അൺകൗണ്ടബിൾ ആണ്. അങ്ങനെ അൺകൗണ്ടബിൾ ആയിട്ട് വരുന്ന നൗണുകൾക്ക് മുമ്പായിട്ട് ഒരിക്കലും നമ്മൾ എയും ആനും ചേർത്തില്ല. പിന്നെ നമ്മൾ കണ്ടു എന്താണ് അബ്സ്ട്രാക്ട് നൗണുകൾ പൊതുവായ അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എ ഓർ ആൻ ഉപയോഗിക്കില്ല എന്ന് കണ്ടു. അബ്സ്ട്രാക്ട് നൗണുകൾ പൊതുവായ അർത്ഥം, അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞാൽ അമൂർത്തങ്ങളായ നൗണുകളാണ്. കാണാനും പറ്റത്തില്ല, തൊടാനും പറ്റത്തില്ല, പക്ഷെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. എക്സാമ്പിൾ എന്താണ് ലവ് അല്ലെങ്കിൽ കറേജ് അല്ലെങ്കിൽ ഹേറ്റ്രഡ് തുടങ്ങിയവയെല്ലാം എന്താണ് ഇവയൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം, പക്ഷെ വി കെ നോട്ട് ടച്ച് ഓർ സീ. സച്ച് എ നൗൺ ഈസ് കോൾഡ് എന്താണ് അബ്സ്ട്രാക്ട് നൗൺ. സോ വെൻ ആൻ അബ്സ്ട്രാക്ട് നൗൺ ഈസ് യൂസ്ഡ് ഇൻ എ general sense, we are not supposed to give any എന്താണ് ആർട്ടിക്കിൾസ് ലൈക്ക് എ ഓർ ആൻ. ഇനി അടുത്തത് വെൻ മെറ്റീരിയൽ ഇതുവരെ പറഞ്ഞാൽ നമ്മൾ നിർത്തിയിരുന്നത്. അതായത് മെറ്റീരിയൽ നൗണുകളെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഉദാഹരണം പറയാം അയൺ ഒരു മെറ്റീരിയൽ നൗണാണ്, അല്ലെങ്കിൽ ഗോൾഡ്, കോപ്പർ ഇതെല്ലാം മെറ്റീരിയൽ നൗണുകളാണ്. അങ്ങനെ ഒരു വസ്തുവിന്റെ അതായത് ഒരു ലോഹത്തിന്റെ പേര് അതൊരു ലോഹം എന്ന സെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അതിന് മുമ്പ് ആർട്ടിക്കിൾ ചേർക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സിൽ എഴുതിയത് ഗോൾഡ് ഈസ് എ പ്രഷ്യസ് മെറ്റൽ. പിന്നെ നമ്മൾ എഴുതിയിട്ടുണ്ട് ഗോൾഡിന് മുമ്പ് ദാ ചേർക്കുന്ന ഒരു എക്സാമ്പിൾ നമ്മൾ എഴുതി ദ ഗോൾഡ് ഓഫ് സൗത്ത് ആഫ്രിക്ക ഈസ് വെരി പ്യുവർ. അപ്പൊ അവിടെ നമ്മൾ അങ്ങനെ ദ ഗോൾഡ് കൊടുക്കാൻ കാരണം അവിടെ എന്താണ് എംഫസിസ് വന്നിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ സ്വർണം എന്ന ഊന്നിൽ കൊടുത്തിട്ടുണ്ട് ദ ഗോൾഡ് ഓഫ് സൗത്ത് ആഫ്രിക്ക. അപ്പോൾ അങ്ങനെ ഊന്നൽ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് നമുക്ക് ഈ ലോഹങ്ങളുടെ പേരിന് മുമ്പ് ദാ ചേർക്കാവുന്നതാണ്. പിന്നെ എന്താണ് ഐ ബോട്ട് എ ഗോൾഡ് നെക്ലേസ് ഫോർ മൈ വൈഫ് എന്ന് പറയുമ്പോൾ അവിടെ ഗോൾഡ് എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ്. നമുക്ക് നെക്ലേസ് എന്ന് പറയുന്നത് ഒരു നൗണാണ്, ഒരു വസ്തുവിന്റെ പേരാണ്. എന്ത് നെക്ലേസ്? അപ്പൊ ഗോൾഡ് നെക്ലേസ്. അപ്പൊ ഗോൾഡ് എന്ന് പറയുന്ന വാക്ക് അവിടെ നെക്ലേസിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ എങ്ങനെയുള്ള പെൻസിൽ? ലോങ് പെൻസിൽ. അപ്പൊ ലോങ് എന്ന് പറയുന്ന വാക്ക് നമുക്കറിയാം അവിടെ എന്താണ് അഡ്ജക്റ്റീവ് ആണ്. എന്ന് പറയുന്ന പോലെ ഇവിടെ ഗോൾഡ് എന്ന് പറയുന്ന വാക്കും ശരിക്കും ഗോൾഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു മെറ്റീരിയൽ നൗൺ ആണ്, പക്ഷെ ഇവിടെ ആ സെന്റൻസിനെ ഉപയോഗിച്ചിരിക്കുന്നത് അഡ്ജക്റ്റീവ് ആയിട്ടാണ്. അതിനാൽ ആ അഡ്ജക്റ്റീവിന് മുമ്പ് നമുക്ക് എ ഓർ ആൻ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ അയൺ ആണ് വന്നിരുന്നെങ്കിൽ ഗോൾഡ് മാറ്റിയിട്ട് എ മാറ്റിയിട്ട് നമ്മൾ ആൻ കൊടുത്തേനെ. ഐ ബോട്ട് ആൻ അയൺ നെക്ലേസ് ഫോർ മൈ വൈഫ് എന്ന് വന്നേനെ. അപ്പൊ നമുക്കറിയാം എയും ആനും ഇവിടെ ഉപയോഗിക്കാം എന്നൊരു തെളിവാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൾ ഓഫ് യു റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം ഇതാണ്. ഹിറ്റ്ലർ ഡാഷ് ഹിറ്റ്ലർ ഡാഷ് ഹിറ്റ്ലർ dash Hitler was a dictator. Dash Hitler was a dictator. Hitler was a dictator. Dash Hitler was a dictator. ഈ ഡാഷിന്
സ്പേസിൽ നമ്മൾ ഏതെങ്കിലും ആർട്ടിക്കിൾ വേണോ വേണ്ടയോ എന്നുള്ളതാണ്. വേണ്ട. വേണ്ട. എന്തുകൊണ്ടാണെന്ന് പറയാമോ? ഹിറ്റ്ലർ നെയിം നെയിമാണ്. യെസ്, കറക്റ്റ് ആണ്. അതായത് നമുക്കറിയാം, നമ്മൾ വ്യക്തികളുടെ പേര് അല്ലെങ്കിൽ സ്ഥലത്തിന്റെ പേര് ഇവയ്ക്കൊന്നും മുമ്പ് നമ്മൾ ആർട്ടിക്കിൾ ചേർക്കാറില്ല. വ്യക്തികളുടെ പേര്, ആർട്ടിക്കിളിന്റെ പേര്, സോറി, വ്യക്തികളുടെ പേര്, ആളുകളുടെ പേര് ഇവയൊക്കെ വന്നാൽ നമ്മൾ ചേർക്കാറില്ല ആർട്ടിക്കിൾസ്. അപ്പൊ നമ്മൾ എന്താണ്, അശോക അല്ലെ മഹാത്മാഗാന്ധി നമ്മൾ പറയാറില്ല. ആ പേരുകൾക്ക് മുമ്പായിട്ട് നമ്മൾ ആർട്ടിക്കിൾ കൊടുക്കാറില്ല. സോ ഇതിന്റെ കാരണം എന്താണ്? ഇതിന്റെ കാരണം വഴി ചേർക്കുക. പ്രോപ്പർ നൗണുകൾക്ക് മുമ്പ് ആർട്ടിക്കിൾ ചേർക്കാറില്ല. പ്രോപ്പർ നൗണാണ്. വൺ മോർ ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിന്റെ താഴെ. ഇതിന്റെ കൂടെ തന്നെയുള്ള അടുത്ത പോയിന്റ് അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹി ഈസ് ഡാഷ് ഹിറ്റ്ലർ. ഹി ഈസ് ഡാഷ് ഹിറ്റ്ലർ. ഏത് ആർട്ടിക്കിൾ ആണ് ചേർക്കേണ്ടത് അല്ലെങ്കിൽ ചേർക്കേണ്ടത്? ഹി ഈസ് എ ഹിറ്റ്ലർ. എ ഹിറ്റ്ലർ. ഇവിടെ നമ്മൾ എ ചേർക്കും. കണ്ട, മേളിൽ നമ്മൾ പറയുകയാണ് എന്താണ്, പ്രോപ്പർ നൗണുകൾക്ക് മുമ്പ് ആർട്ടിക്കിൾ ചേർക്കരുത്, എ ഓർ ആൻ ഉപയോഗിക്കരുത് എന്ന് പറയും. ഇവിടെ വീണ്ടും എന്താ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്? ഹിറ്റ്ലറിന് മുമ്പ് എ ഉപയോഗിച്ചു. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കറിയാം. ഇപ്പൊ ഞാൻ പറയാണ് ഹി ഈസ് ആൻ ഇന്റലിജന്റ് ബോയ്. ഹി ഈസ് ആൻ ഇന്റലിജന്റ് ബോയ്. അവിടെ നമുക്കറിയാം എന്താണ് ഇന്റലിജന്റ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്റലിജന്റ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ബോയ് എന്ന വാക്കിനെ ക്വാളിഫൈ ചെയ്യാനാണ്. അതുകൊണ്ട് നമ്മൾ ഇന്റലിജന്റിന് മുമ്പ് നമ്മൾ ആൻ ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ നമുക്കറിയാം ഹി ഈസ് ഡാഷ് ഹിറ്റ്ലർ എന്ന് പറയുന്ന സെന്റൻസിൽ ഹിറ്റ്ലർ എന്ന വാക്ക് ശരിക്കും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ആരെ ക്വാളിഫൈ ചെയ്യാനാണ്? ഹിയെ ക്വാളിഫൈ ചെയ്യാനല്ലേ? ഈ നമുക്ക് അടുത്ത കാലത്ത് നമ്മൾ പത്രത്തിൽ കണ്ടു എന്താണ്, പിണറായി വിജയൻ ഈസ് എ ഹിറ്റ്ലർ എന്ന്. ന്യൂസ് പേപ്പർ അടുത്ത കാലത്തിലെ കുറച്ച് നാളുകൾക്ക് മുമ്പ് പിണറായി വിജയൻ ഈസ് എ ഹിറ്റ്ലർ. എന്തിനു വേണ്ടിയായിരിക്കും അങ്ങനെ ഒരു പദപ്രയോഗം നടത്തിയെന്ന് പറയാമോ? അതായത് ഹിറ്റ്ലറുടെ ഏകാധിപത്യത്തിന്റെ ഒരു അടയാളമാണല്ലോ ഹിറ്റ്ലർ എന്ന് പറയുക. അപ്പൊ അങ്ങനെ ഒരു ഹിന്റ് കൊടുക്കാൻ വേണ്ടിയാണ്, ഒരു സ്റ്റൈലിസ്റ്റിക് എഫക്റ്റിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ഫോർ എ സ്റ്റൈലിസ്റ്റിക് എഫക്റ്റ്, അല്ലെങ്കിൽ ഒരു പരിധി വരെ പറഞ്ഞാൽ ഇവിടെ എന്താണ് ഞാൻ പറയാ, പിണറായി വിജയൻ ഈസ് എ ഹിറ്റ്ലർ എന്ന് പറയുന്ന സെന്റൻസില് ശരിക്കും ഹിറ്റ്ലർ എന്ന വാക്ക് ആരെ വിശേഷിപ്പിക്കാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്? പിണറായി വിജയനെ. പിണറായി വിജയനെ വിശേഷിപ്പിക്കാനാണ്. അപ്പൊ തന്നെ മനസ്സിലായി ഹിറ്റ്ലർ എന്ന് പറയുന്ന വാക്ക് ഇവിടെ നൗൺ അല്ല, സോറി, എന്താണ്, പ്രോപ്പർ നൗൺ അല്ല. എന്തായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്? അഡ്ജക്റ്റീവ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ തൊട്ട് വേറൊരു കേസിനകത്ത് കണ്ടിരുന്നു എന്താണ്, ഐ ബോട്ട് എ ഗോൾഡ് നെക്ലേസ് ഫോർ മൈ വൈഫ് എന്ന്. ഐ ബോട്ട് എ ഗോൾഡ് നെക്ലേസ്. സാധാരണ നമുക്കറിയാം ഗോൾഡിന് മുമ്പ് ആർട്ടിക്കിൾ ചേർക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ഇതുപോലെ തന്നെയാണ്. അതായത് എന്താണ്, പ്രോപ്പർ നൗണിന് മുമ്പ് നമ്മൾ എ ഓർ ആൻ ഉപയോഗിക്കില്ല എന്ന് പറയുന്ന അതേ സിറ്റുവേഷൻ തന്നെയാണ് എന്താണ്, ലോഹങ്ങളുടെ പേരിന് മുമ്പ് എ ഓർ ആൻ ഉപയോഗിക്കില്ല. പക്ഷെ അതിനെ അഡ്ജക്റ്റീവ് ആയിട്ട് വന്നപ്പോൾ നമുക്ക് ഉപയോഗിക്കാം. ലോഹം എന്ന സെൻസിലല്ല ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ അത് പ്രോപ്പർ നൗൺ എന്ന സെൻസിലല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു സ്റ്റൈലിസ്റ്റിക് എഫക്റ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ക്വാളിഫൈ ചെയ്യാനായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാലാണ് നമ്മൾ ഇവിടെ എ ചേർത്തിരിക്കുന്നത്. ഹി ഈസ് എ ഹിറ്റ്ലർ. അപ്പൊ നിങ്ങൾക്ക് എഴുതി ചേർക്കാം, ആഡ് ചെയ്യാം. അതിന്റെ കാരണം ഒരു സ്റ്റൈലിസ്റ്റിക് എഫക്റ്റിന് വേണ്ടി ഒരു പേര് ഉപയോഗിക്കുമ്പോൾ, ഒരു നൗൺ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രോപ്പർ നൗൺ ഉപയോഗിക്കുമ്പോൾ അതിനു മുമ്പ് എ ഓർ ആൻ ഉപയോഗിക്കാം. എ ഓർ ആൻ ഉപയോഗിക്കാം. ഇതിപ്പോ ഹിറ്റ്ലറിന്റെ പേര് ആരംഭിച്ചിരിക്കുന്നത് നമുക്കറിയാം കൺസോണന്റ് സൗണ്ടിൽ ആയതുകൊണ്ടാണ് നമ്മൾ എ കൊടുത്തത്. ചിലപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ പേരുകൾ എന്താണ് വവൽ സൗണ്ടിൽ ആരംഭിക്കുന്ന പേരുകൾ വരാൻ മേലായി ഒന്നുമില്ല, നമുക്കറിയാം. അങ്ങനെ വവൽ സൗണ്ടിന്റെ പേരാണ് വരുന്നതെങ്കിൽ നമ്മൾ ആനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണ്, സ്റ്റൈലിസ്റ്റിക് എഫക്റ്റിന് വേണ്ടി നമുക്ക് പ്രോപ്പർ നൗണിന് മുമ്പ് എ ഓർ ആൻ ഉപയോഗിക്കാം. അടുത്ത ചോദ്യം. ഈ കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. അല്ലെ, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ അന്നേരം തന്നെ. കാരണം ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് പോവുക. കാരണം രണ്ടാമതൊന്നും നമുക്ക് എടുക്കാനുള്ള നേരമൊന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രോബ്ലംസ് നമ്മൾ എടുക്കുമ്പോൾ എന്തെങ്കിലും ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ടുകൾ
ചോദിച്ചുള്ളൂ. അടുത്ത ചോദ്യം ഇതാണ്. ഡാഷ് കൗ ഈറ്റ്സ് ഗ്രാസ്. ഡാഷ് കൗ ഈറ്റ്സ് ഗ്രാസ്. ഡാഷ് കൗ ഈറ്റ്സ് grass. Dash cow eats grass. Dash cow eats grass. പറയാമോ? എ ആന ദായ നൺ ഓഫ് ദിസ്. ദാ കൊടുക്കണം. കറക്റ്റ് ആണ്. ദ കൗ ഈറ്റ്സ് ഗ്രാസ്. ദ കൗ ഈറ്റ്സ് ഗ്രാസ്. കാരണം എഴുതിക്കൊള്ളുക. ഒരു സിംഗുലർ കൗണ്ടബിൾ നൗണിന് മുമ്പ്, അതായത് കൗ, ഒരു സിംഗുലർ കൗണ്ടബിൾ നൗണിന് മുമ്പ് ദ ചേർത്താൽ അത് ഒരു ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യും. അത് ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിനെ ഫുള്ള് റെപ്രസെന്റ് ചെയ്യും. ഒരു ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടി ദാ ഉപയോഗിക്കുന്നതിനാണ് കൊടുത്തിരിക്കുന്നതാണ്. ഒരു സിംഗുലർ കൗണ്ടബിൾ നൗണിനെ ഒരു ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യിപ്പിക്കാനായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അതിനു മുമ്പ് ദാ ചേർത്തിരിക്കണം. ഇവിടെ ദ കൗ ഈറ്റ്സ് ഗ്രാസ് എന്ന് പറയുമ്പോൾ ഒരു പശുവിനെ അല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ലോകത്തിലുള്ള എല്ലാ പശുക്കളെയുമാണ് അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുക. അപ്പൊ ദ കൗ ഈറ്റ്സ് ഗ്രാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഗ്രൂപ്പിനെ മൊത്തമാണ്. അപ്പം ഒരു സിംഗുലർ കൗണ്ടബിൾ നൗണിന് മുമ്പ് ദാ ചേർത്താൽ അത് ഒരു ഗ്രൂപ്പിനെ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പോൾ ഗ്രൂപ്പിനെ പ്രതിനിധാനം ചെയ്യിപ്പിക്കണമെങ്കിൽ സിംഗുലർ കൗണ്ടബിൾ നൗണിന് മുമ്പ് ദാ ചേർക്കും. ചേർക്കുക. കാരണം ഒരു സിംഗുലർ കൗണ്ടബിൾ നൗണിനെ ഒരു ഗ്രൂപ്പിനെ പ്രതിനിധാനം ചെയ്യുവാനായി ഉപയോഗിക്കുമ്പോൾ ഇതിനു മുമ്പ് ദാ ചേർക്കണം. ഇപ്പൊ എഴുതിയ ചോദ്യത്തിന് മുമ്പ് നിങ്ങൾ ഹെഡിങ് കൊടുത്തേരെ യൂസസ് ഓഫ് ദ. ഹെഡിങ് കൊടുത്തേരെ യൂസസ് ഓഫ് ദ. ദായുടെ ഉപയോഗങ്ങളാണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്നതല്ല. അപ്പൊ നമ്മൾ എന്താണ് എയും ആനിന്റെയും ഉപയോഗം എഴുതി. അതിന്റെ എന്താണ് അത് എവിടെയെല്ലാം ഉപയോഗിക്കരുത്, ഒമിഷൻസ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്ന ദ എവിടെയെല്ലാം ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഒന്നാമത്തെ പോയിന്റ് ആയിരുന്നു ഇത്. എന്താണ്? ഡാഷ് കൗ ഈറ്റ്സ് ഗ്രാസ്. ഇവിടെ നമ്മൾ ദ കൗ ഈറ്റ്സ് ഗ്രാസ് എന്ന് കൊടുത്തു. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിംഗുലർ കൗണ്ടബിൾ നൗണിന് മുമ്പ് ദ നമ്മൾ ഉപയോഗിച്ചാൽ അത് ഒരു ഗ്രൂപ്പിനെ പ്രതിനിധാനം ചെയ്യുന്നു. അതായത് ഒരു പശുവല്ല, ലോകത്തിലുള്ള എല്ലാ പശുക്കളും പുല്ല് തിന്നുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓൾ കൗസ് ഈറ്റ് ഗ്രാസ് എന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി ഇതിന് ഉള്ള 2 എക്സെപ്ഷൻസ് ഉണ്ട്. അത് നിങ്ങൾ എഴുതിക്കൊള്ളുക. ഡാഷ് ഇതിന്റെ കൂടെ തന്നെയാണ്. ഡാഷ് man is immortal. അല്ല, man is man is mortal. M-O-R-T-A. Man is mortal. Dash man is mortal. One more question. ഇതിന്റെ കൂടെ തന്നെ one more. Dash woman lives
longer than dash woman lives longer than man. Dash woman lives longer than man. ഇതാണ് രണ്ട് ചോദ്യങ്ങൾ. ഇവിടെ രണ്ടിടത്ത് നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കാമോ ഉപയോഗിക്കാതിരിക്കാമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം, പറയാമോ? ഡാഷ് മാൻ ഈസ് മോർട്ടൽ, ഡാഷ് വുമൺ ലിവ്സ് ലോങ്ങർ ദാൻ മാൻ. നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന നിയമം ഇതാണ്: ഒരു സിംഗുലർ കൗണ്ടബിൾ നൗണിന് മുമ്പ് ദാ ചേർത്താൽ അത് ആ ഗ്രൂപ്പിനെ മൊത്തത്തിൽ പ്രതിനിധാനം ചെയ്യും. അപ്പൊ ഗ്രൂപ്പിലെ മൊത്തത്തിൽ പ്രതിനിധാനം ചെയ്യാനായിട്ട് സിംഗുലർ കൗണ്ടബിൾ നൗണിന് മുമ്പ് ദാ കൊടുത്താൽ മതി. ഞാൻ താഴെ എഴുതിയിരിക്കുന്ന രണ്ട് എക്സാമ്പിളുകളും സിംഗുലർ കൗണ്ടബിൾ നൗണുകളാണ്, മാനും അതെ വുമണും അതെ. പക്ഷെ ഇതിനു മുമ്പ് ആർട്ടിക്കിൾ വേണ്ടെന്നാണ്. അപ്പം അതായത് നമ്മളെ മേളിൽ എഴുതിയിരിക്കുന്ന നിയമത്തിന്റെ രണ്ട് എക്സെപ്ഷനുകളാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് മാൻ, വുമൺ എന്നീ വാക്കുകൾക്ക് മുമ്പ് നമ്മൾ ആർട്ടിക്കിൾക്ക് അതായത് ദാ ചേർക്കാതെ തന്നെ അതിന് ഗ്രൂപ്പിനെ പ്രതിനിധാനം ചെയ്യുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അതിനു മുമ്പ് ആർട്ടിക്കിൾ കൊടുക്കാത്തത് എന്നാണ് എന്റെ കാരണം പറയുന്നത്. മാൻ ഈസ് മോർട്ടൽ, മനുഷ്യൻ നശ്വരമാകുന്നു എന്നാണ് എന്റെ അർത്ഥം. ഇനി വുമൺ ലിവ്സ് ലോങ്ങർ ദാൻ മാൻ, അതായത് സ്ത്രീകള് പുരുഷന്മാരെക്കാൾ കൂടുതൽ നാള് ജീവിക്കുന്നു. അപ്പൊ നമ്മളിവിടെ പറയുമ്പോൾ ഒരു സ്ത്രീയെ അല്ല ഉദ്ദേശിച്ചത്, ലോകത്തിലെ മുഴുവൻ സ്ത്രീകളെയുമാണ് അതിനകത്ത് ആ ഗ്രൂപ്പിൽ പെടുത്തിയിരിക്കുന്നത്. ഇനി മാൻ ഈസ് മോർട്ടൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഭൂമിയിലെ മനുഷ്യൻ എന്നാണ് അർത്ഥം. എല്ലാവരെയുമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഒരാളെ അല്ല. അപ്പോൾ എന്താണ് ഇത്? ഇവിടെ ഈ മാൻ എന്ന വാക്കും വുമൺ എന്ന വാക്കും ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുവാനാണ്. അപ്പം എന്താണ് ഒന്നാമത്തെ ചോദ്യത്തിനകത്ത് പറയുന്നുണ്ട് നമ്മൾ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യിപ്പിക്കുവാനായിട്ട് സിംഗുലർ കൗണ്ടബിൾ നൗണിന് മുമ്പ് ദാ ചേർക്കണമെന്ന്. പക്ഷെ നമ്മൾ എഴുതിയിരിക്കുന്ന ആ നിയമത്തിന്റെ രണ്ട് എക്സെപ്ഷനുകളാണ് ഈ രണ്ട് വാക്കുകൾ. അതായത് മാനും വുമണിന് മുമ്പ് ദാ ചേർക്കാതെ തന്നെ അതിന് ആ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യിപ്പിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇവയ്ക്ക് മുമ്പ് ദാ ചേർക്കരുത്. അപ്പൊ അവിടെ ഇൻഡു ഇട്ടേരെ രണ്ടിടത്തും. എന്നിട്ട് നിങ്ങൾ കാരണം എഴുതി ചേർക്കണം. മാൻ, വുമൺ ഈ രണ്ട് സിംഗുലർ കൗണ്ടബിൾ നൗണുകൾക്ക് മുമ്പ് മാൻ, വുമൺ ഈ രണ്ട് സിംഗുലർ കൗണ്ടബിൾ നൗണുകൾക്ക് മുമ്പ് ദാ ചേർക്കാതെ തന്നെ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുവാനായി സാധിക്കുന്നു. അതിനാൽ ഇതിനു മുൻപ് ദാ ചേർക്കരുത്. അതിനാൽ ഇതിനു മുമ്പ് ദാ ചേർക്കരുത്. അടുത്ത ചോദ്യം, നെക്സ്റ്റ് പോയിന്റ്. ഇനി രണ്ടാമത്തെയാണ്, അതായത് യൂസസ് ഓഫ് ദായിലെ രണ്ടാമത്തെ പാർട്ടാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം. ഒന്നാമത്തെ പാർട്ടിനകത്ത് 3 ചോദ്യങ്ങളുണ്ട്. ഇനി രണ്ടാമത്തെ പാർട്ട് എഴുതുക. ഡാഷ് എർത്ത് rotates on its own axis. Dash earth rotates on its own axis. നിങ്ങൾക്ക് ആൻസർ അറിയാമായിരിക്കും. എന്താണെന്ന് പറയാമോ ആൻസർ? Any one of you in the class? ക്ലാസ്സിൽ ആരെങ്കിലും ദാ ചേർക്കണം. ഇനി ദായുടെ കേസ് മാത്രമേ ദാ വരില്ല. കാരണം ഇനി സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താണ്? നമ്മുടെ ടൈറ്റിൽ തന്നെ യൂസസ് ഓഫ് ദായാണ്. അതായത് ദാ എവിടെയെല്ലാം ഉപയോഗിക്കണം എന്നുള്ളത്. പിന്നെ അതിനകത്ത് ഇടയ്ക്കൊക്കെ വല്ല എക്സെപ്ഷൻ കയറി വന്നാൽ മാത്രമേ ഉപയോഗിക്കേണ്ടാത്ത വരുന്നത്. ബാക്കിയെല്ലാം ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ പറഞ്ഞു കറക്റ്റ് ആണ്. ദ എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്. The earth.
ഇനി ബ്രാക്കറ്റിൽ ഒന്ന് എഴുതിയേരെ. The sun, the earth, the sky, the equator, the North Pole, the South Pole, the North Pole, the South Pole, POLE, the South Pole എന്ന് വേണം പറയാൻ. ഇനി അതിനൊരു പൊതുവായിട്ടുള്ള കാരണം പറയാം. അതായത് യൂണിക് ഒബ്ജക്റ്റുകളുടെ പേരിന് മുമ്പ് ദാ ചേർക്കണം എന്നുള്ളതാണ് നിയമം. ഞാൻ എഴുതിയിട്ട് അതായത് ദ എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ് എന്ന് പറയുന്ന ആ ആൻസറിൽ നമ്മൾ ദാ കൊടുക്കാൻ കാരണം, എർത്തിന് മുമ്പ് ദാ കൊടുക്കാനുള്ള കാരണം ഇതാണ്. യൂണിക് ഒബ്ജക്റ്റുകളുടെ പേരിന് മുമ്പ് ദാ ചേർക്കണം. ഞാൻ എഴുതിയതെല്ലാം യൂണിക് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളാണ്. യൂണിക് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അതുപോലെ മറ്റൊന്നില്ല എന്നുള്ളതാണ്. അതുപോലെ മറ്റൊന്നില്ല. ഇപ്പൊ നമുക്കറിയാം പ്ലാനറ്റുകൾ പലതുണ്ട്. ഇപ്പം എന്താണ് മെർക്കുറി, വീനസ്, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ, സാറ്റേൺ, ജൂപ്പിറ്റർ, ഇതെല്ലാം എന്താണ്? ഇതെല്ലാം പ്ലാനറ്റുകളാണ്. എർത്തും ഒരു പ്ലാനറ്റ് ആണ്. പക്ഷെ എന്താണ്, ഈ എർത്ത് എന്ന് പറയുന്നത് മറ്റു പ്ലാനറ്റുകളെ വെച്ച് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അത് ഒരു യൂണിക് ഒബ്ജക്റ്റ് തന്നെയാണ്. ഒരു എന്താണ്, അതുപോലെ മറ്റൊന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിലവിലെ മനുഷ്യവാസം ഉള്ളതാകെ മൊത്തം എർത്തിലുള്ളത് എന്നാണ് കരുതപ്പെടുന്നത്. അല്ലാതെ മറ്റൊരിടത്തും ഇതേവരെ നമുക്ക് എന്താണ് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പൊന്നും ഒരിടത്തും ലഭിച്ചിട്ടില്ല. അപ്പൊ എർത്ത് പോലെ യൂണിക് ആയിട്ടുള്ള മറ്റ് പ്ലാനറ്റുകളൊന്നുമില്ല. അതുകൊണ്ടാണ് എന്താണ് മറ്റ് പ്ലാനറ്റുകളുടെ ഒന്നും പേരിന് മുമ്പ് നമ്മൾ ദാ ചേർക്കാറില്ല. അത് നമുക്ക് പിന്നീട് കാണാം. അപ്പൊ അതായത് എർത്ത് എന്ന് പറയുന്ന ഒരു യൂണിക് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനു മുമ്പ് ദാ ചേർക്കണം. അപ്പൊ കാരണം എഴുതിക്കൊള്ളുക, യൂണിക് ഒബ്ജക്റ്റുകളുടെ പേരിന് മുമ്പ് ദാ ചേർക്കണം. യൂണിക് ഒബ്ജക്റ്റുകളുടെ പേരിന് മുമ്പ് ദാ ചേർക്കണം. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞു അടുത്ത മൂന്നാമത്തേത്. ഡാഷ് ബോയ് who is sitting on the back bench. Dash boy who is sitting on the back bench is my cousin. Dash boy who is sitting on the back bench is my cousin. Dash boy who is sitting on the back bench is my cousin. Answer നിങ്ങൾക്ക് അറിയാം, the boy. കാരണം പറയാം, ഇവിടെ നമ്മളെ ബോയിയെ സ്പെസിഫൈ ചെയ്യാണ്, ഊന്നി പറഞ്ഞിരിക്കുകയാണ്. അതായത് ആ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന ആ ആൺകുട്ടി എന്റെ കസിൻ ആകുന്നു എന്നാണ്. അപ്പൊ നമ്മൾ എന്താണ്, ആ ബോയിയെ നമ്മൾ സ്പെസിഫൈ ചെയ്തേക്കുകയാണ്. അപ്പൊ സ്പെസിഫിക്കേഷൻ വരുമ്പോൾ ദാ ചേർക്കണം, എഴുതി ചേർക്കുക. ഊന്നി പറയേണ്ടതായിട്ട് വരുമ്പോൾ ഊന്നി പറയുക, അതാണ് ഊന്നി പറയേണ്ടതായിട്ട് വരുമ്പോൾ ദാ ചേർക്കണം. ഊന്നി പറയേണ്ടതായിട്ട് വരുമ്പോൾ ദാ ചേർക്കണം. ഊന്നി പറയേണ്ടതായിട്ട് വരുമ്പോൾ ദാ ചേർക്കണം. അടുത്ത ചോദ്യം. ഇതിനകത്ത് 3-4 ചോദ്യങ്ങളുണ്ട് ഈ പാർട്ടിനകത്ത് തന്നെ. ഒന്നാമത്തെ ഇതാണ്, ഞാൻ ചോദ്യം എഴുതുന്നില്ല, നിങ്ങൾ എഴുതിക്കൊള്ളുക. ഡാഷ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം ഈസ് റെസ്പോൺസിബിൾ. ഡാഷ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ. Dash Department of Home. Dash Department of Home is responsible for the maintenance of law and order. രണ്ടാമത്തെ ചോദ്യം, Dash State Bank of India is a nationalized bank. Second question, Dash State Bank of India is a nationalized bank.
dash State Bank of India is a nationalized bank. മൂന്നാമത്തെ ചോദ്യം, dash Tata Iron and Steel is a private limited company. Dash Tata Iron and Steel is a private limited company. Dash Tata Iron and Steel is a private limited company. Last question. Dash Lloyd's Bank is a private bank. Lloyd, double Lloyd apostrophe S. Dash Lloyd's Bank is a private bank. Sir, voice കേൾക്കുന്നില്ല. Sir, voice കേൾക്കുന്നില്ല. ഒരുപക്ഷെ സാറിന്റെ നെറ്റ് അങ്ങനെ സ്ലോ ആയതായിരിക്കും കേട്ടോ. ഞാനൊന്ന് കോണ്ടാക്ട് ചെയ്യാം.
തോന്നുന്നു സാറിനോട് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഹലോ സ്റ്റുഡൻസ്, കേൾക്കാമോ ഞാൻ പറയുന്നത്? ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട് സാർ. ഓക്കെ ആണ് ഇപ്പൊ. ഓക്കെ ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി എന്നാൽ. ഓക്കെ. ഓക്കെ, നമുക്ക് ലെറ്റസ് കണ്ടിന്യൂ. നമ്മൾ പറഞ്ഞു വന്ന ഇതാണ്, ഡാഷ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ. ഡാഷ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് എ നാഷണലൈസ്ഡ് ബാങ്ക്. Then dash Tata Iron and Steel is a private limited company, and last one is dash Lloyds Bank is a private bank. So these are the 4 questions. ഇനി നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ചോദ്യത്തിന്റെ ആൻസർ അറിയാമെങ്കിൽ പറയാമോ? Home is ഏതാണ്? the Department of Home is. Yes, the Department of Home. കറക്റ്റ് ആണ്. അതായത് ഡിപ്പാർട്ട്മെന്റുകളുടെ പേരിന് മുമ്പ് നമ്മൾ ദാ ചേർക്കണം. പിന്നെ വേറെ ഏതാണുള്ളത്? അടുത്ത നമുക്കറിയാം ഡാഷ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതായത് ബാങ്കുകളുടെ പേരിന് മുമ്പ് നമ്മൾ ദാ ചേർക്കണം. അതായത് ബാങ്കുകളുടെയും ഡിപ്പാർട്ട്മെന്റ്
ബാങ്കുകളുടെയും ഡിപ്പാർട്ട്മെന്റുകളുടെയും അതുപോലെ തന്നെ സ്ഥാപനങ്ങളുടെയും പേരിന് മുമ്പ് നമ്മൾ ദാ എഴുതി ചേർക്കുക. ആ രണ്ടെണ്ണത്തിന്റെ കാരണം ദാ ചേർക്കണം എന്നുള്ളതാണ്. എന്നാൽ താഴത്തെ രണ്ടെണ്ണം നമ്മൾ കണ്ടു. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ ഈസ് എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, അവർ ലോയിഡ്സ് ബാങ്ക് ഈസ് എ പ്രൈവറ്റ് ബാങ്ക്. ഇവിടെ രണ്ടിടത്തും മാറ്റങ്ങൾ ചേർക്കാൻ പാടില്ല. കാരണം ഇത് രണ്ടും ആരംഭിച്ചിരിക്കുന്നത് ഒരു വ്യക്തിയുടെ പേരോട് കൂടിയാണ്. അപ്പൊ അതായത് ഡിപ്പാർട്ട്മെന്റുകളുടെയും അതുപോലെ തന്നെ എന്താണ് ബാങ്കുകളുടെയും ഒക്കെ പേര് പേരിന് അതായത് ഡിപ്പാർട്ട്മെന്റുകളുടെയും ബാങ്കുകളുടെയും പേരിന് മുമ്പ് ദാ ചേർക്കണം. എന്നാൽ ഇവയുടെയൊക്കെ പേര് ആരംഭിക്കുന്നത് ഒരു വ്യക്തിയുടെ പേരോട് കൂടിയാണെങ്കിൽ ഒരു കാരണവശാലും ആർട്ടിക്കിൾ ദാ ചേർക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ രണ്ടിടത്തും ആർട്ടിക്കിൾ ചേർക്കണം. രണ്ടാമത്തെ 3ഉം 4ഉം ചോദ്യങ്ങളിൽ നമ്മൾ ആർട്ടിക്കിൾ ചേർക്കാൻ പാടില്ല. കാരണം എഴുതിക്കുള്ളത് ഇനി ഡിപ്പാർട്ട്മെന്റുകളുടെയും ബാങ്കുകളുടെയും ഷോപ്സിന്റെയും ഒക്കെ പേരിന് മുമ്പ് ദാ ചേർക്കണം. എന്നാൽ ബാങ്കുകളുടെയും സ്ഥാപനങ്ങളുടെയും പേര് ആരംഭിക്കുന്നത് ഒരു വ്യക്തിയുടെ പേരോട് കൂടിയാണെങ്കിൽ അതിനു മുമ്പ് ആർട്ടിക്കിൾ പാടില്ല, അല്ലെങ്കിൽ ഒമിറ്റ് ദ, അതിനു മുമ്പ് ദ പാടില്ല. നെക്സ്റ്റ് ആ പാർട്ട് കഴിഞ്ഞു. അടുത്ത നമ്പർ കൊടുക്കണം. ഇതാണ് ചോദ്യം. ഡാഷ് ഹിമാലയാസ് protect us from dash Himalayas protect us from the enemies. Dash Himalayas protect us from the enemies. Next question. One more question is here. Dash Mount Everest. Dash Mount Everest is the highest peak in the world. Dash Mount Everest is the highest peak in the world. ഇതാണ് രണ്ട് ചോദ്യങ്ങൾ. നിങ്ങൾ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാമോ എന്ന് നോക്കിയും. ആദ്യത്തേന് ദാ വേണ്ട, രണ്ടാമത്തേന് ദാ വെക്കണം, അങ്ങനെയാണോ? തിരിഞ്ഞുപോയി. ആദ്യത്തേന് ദാ വേണം. The Himalaya protect us from enemies. Yes, from the enemies. Mount Everest is the highest peak in the world. ആദ്യത്തേന്റെ കൂടെ ദാ ചേർക്കണം, രണ്ടാമത്തെ കൂടെ ദാ വേണ്ട. അതിന്റെ കാരണം ഇതാണ്. നമുക്കറിയാം ഹിമാലയാസ് എന്ന് പറയുന്നത് ഒരു പർവ്വത നിരയാണ്. അതായത് ഒന്നിലധികം പർവ്വതങ്ങളുണ്ട് അവിടെ ഹിമാലയാസിൽ. എന്നാൽ മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ മൗണ്ടൻ ആണ്. അതുപോലെ നമുക്ക് ഹിമാലയാസ് പോലെ വേറെയും പർവ്വത നിരകൾ നമുക്കുണ്ട്. അതായത് ആൽപ്സ് എന്ന് പറയുന്ന ഒരു പർവ്വത നിരയാണ്. അതുപോലെ തന്നെ എന്താണ് റോക്കീസ്. അപ്പൊ അതിനൊക്കെ വിളിക്കുന്നത് അങ്ങനെയാണ്. ദ ആൽപ്സ്, ദ റോക്കീസ്, ദ ഹിമാലയാസ് എന്നൊക്കെയാണ് പറയേണ്ടത്. അപ്പൊ സൈഡിൽ വേണേ അങ്ങനെ ആ വാക്കുകളൊക്കെ നോട്ട് ചെയ്തിടാം. ദ റോക്കീസ്, ദ ആൽപ്സ് എക്സെട്ര, അങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഇനി താഴെ എന്റെ കാരണം, പൊതുവായിട്ടുള്ള കാരണം എഴുതുക. പർവ്വത നിരകളുടെ പേരിന് മുമ്പ് ദാ ചേർക്കണം. പർവ്വത നിരകളുടെ പേരിന് മുമ്പ് ദാ ചേർക്കണം. എന്നാൽ സിംഗിൾ മൗണ്ടന്റെ പേരിന് മുമ്പ് ആർട്ടിക്കിൾ വേണ്ട. സിംഗിൾ മൗണ്ടന്റെ പേരിന് മുമ്പ് ആർട്ടിക്കിൾ വേണ്ട.
സിംഗിൾ മൗണ്ടന്റെ പേരിന് മുമ്പ് ആർട്ടിക്കിൾ വേണ്ട. സിംഗിൾ മൗണ്ടന്റെ പേരിന് മുമ്പ് ആർട്ടിക്കിൾ വേണ്ട. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഡാഷ് ശ്രീലങ്ക ഈസ് ഡാഷ് ശ്രീലങ്ക ഈസ് ഡാഷ് ഐലൻഡ് നേഷൻ. ഡാഷ് ഐലൻഡ് നേഷൻ. Dash Sri Lanka is dash island nation. One more question. Dash Maldives. Dash Maldives. Dash Maldives is situated. Is situated. Situated in the Indian Ocean. Dash Maldives is situated in the Indian Ocean. ഇതാണ് രണ്ട് ചോദ്യങ്ങൾ. നിങ്ങൾ അതിന്റെ ആൻസർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, എന്താ വരിക എന്ന് പറയാമോ? Dash Sri Lanka is dash island nation. Dash നല്ല കാര്യം. ലിസ്മി പറയാമോ അതിന്റെ ആൻസർ? ലിസ്മി. സുജ ജേക്കബ്. സുജ. സർ ശ്രീലങ്കയ്ക്ക് മുന്നേ ദാം വെക്കണ്ട, അങ്ങനെയാണോ? ശ്രീലങ്കയ്ക്ക് മുമ്പ് ദാ വേണ്ട. ശ്രീലങ്ക ഈസ് ആനാണോ വരാ? അതെ, ശ്രീലങ്ക ഈസ് ആൻ ഐലൻഡ് നേഷൻ. ഇവിടെ ആർട്ടിക്കിൾ വേണ്ട, ഇൻഡു കൊടുത്തതേ ആദ്യം. ഇനി രണ്ടാമത്തേത് ഡാഷ് മാൽദീവ്സ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഇന്ത്യൻ ഓഷ്യൻ. The Maldives is situated ഇൻ ദ ഇന്ത്യൻ ഓഷ്യൻ. കറക്റ്റ് ആണ്. രണ്ടാമത്തെ ആൻസർ ദ മാൽദീവ്സ് ആണ്. ഇവിടെ നമുക്ക് രണ്ടും നോക്കുമ്പോൾ ഐലൻഡുകളാണ്. ഒന്ന് ശ്രീലങ്ക ഐലൻഡ് ആണ്, മാൽദീവും ഐലൻഡ് ആണ്. പക്ഷെ ശ്രീലങ്ക എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഐലൻഡ് നേഷൻ ആണ്. സിംഗിൾ ഐലൻഡ് നേഷൻ ആണ് ശ്രീലങ്ക. എന്നാൽ മാൽദീവ് എന്ന് പറയുന്നത് 1100ഓളം ചെറിയ ദ്വീപുകൾ ചേർന്നിട്ടുള്ള ഒരു രാജ്യമാണ്. അങ്ങനെ ഗ്രൂപ്പ് ഓഫ് ഐലൻഡുകൾ ചേർന്ന് ഉണ്ടായ രാജ്യങ്ങളുടെ പേരിന് മുമ്പ് ദാ ചേർക്കണം. എന്നാൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സിംഗിൾ ഐലൻഡുകളാണെങ്കിൽ അതിന്റെ പേരിന് മുമ്പ് ആർട്ടിക്കിൾ വേണ്ട. അപ്പൊ എഴുതി ചേർത്താരെ. മറ്റേത് അതിന്റെ കാര്യം പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമുക്കറിയാം ഐലൻഡ് നേഷൻ. ഐലൻഡ് എന്ന് പറയുന്നത് എന്താണ്? ആ സിംഗുലർ നൗണിന്റെ പേരിന് മുമ്പ് നമ്മൾ ആനാണ് ഉപയോഗിക്കേണ്ടത്. കാരണം ഐ സൗണ്ടിലാണ് കിടക്കുന്നത്, ആയാണ് അല്ലെ ആ ഐലൻഡ്. അപ്പൊ അതുകൊണ്ട് അതിന് മുമ്പ് എന്താണ് വവൽ സൗണ്ടിലാണ് ആരംഭിച്ചിരിക്കുന്നത്. therefore an is to be used. അതിന് കാരണം കൊടുക്കണ്ട. ഇവിടെ നമ്മൾ ആദ്യത്തെ കാരണം കൊടുത്താലും മതി. എഴുതുക. ശ്രീലങ്ക ഒരു ഒറ്റ ദ്വീപ് രാജ്യമാണ്. അതിനാൽ ഇതിനു മുമ്പ് ദാ പാടില്ല. ശ്രീലങ്ക ഒരു ഒറ്റ ദ്വീപ് രാജ്യമാണ്, അതുകൊണ്ട് ഇതിനു മുമ്പ് ദാ പാടില്ല. എന്നാൽ ഗ്രൂപ്പ് ഓഫ് ഐലൻഡുകൾ കൂടി ചേർന്നുണ്ടാകുന്ന രാജ്യത്തിന്റെ പേരിന് മുമ്പ് ദാ ചേർക്കണം. എന്നാൽ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് കൂടി ചേർന്നുണ്ടാകുന്ന രാജ്യങ്ങളുടെ പേരിന് മുമ്പ് ദാ ചേർക്കണം. ഗ്രൂപ്പ് ഓഫ് ഐലൻഡ് കൂടി ചേർന്നുണ്ടാകുന്ന
രാജ്യങ്ങളുടെ പേരിന് മുമ്പ് ദാ ചേർക്കണം. അടുത്തത് നെക്സ്റ്റ് എഴുതുക. താഴെ പറയുന്നവയ്ക്ക് മുമ്പ് ദാ ചേർക്കണം. താഴെ പറയുന്നവയ്ക്ക് മുമ്പ് ദാ ചേർക്കണം. അടുത്തതാണ് കേട്ടോ. അടുത്ത നമ്പർ ഇട്ടോണം. നമ്മൾ ചോദ്യമല്ല, നമ്മൾ ആ റൂൾ അങ്ങ് എഴുതുകയാണ് ആദ്യം. കുറെ ഒരു 6-7 എണ്ണം ഉണ്ട്, നമ്മൾ ചോദ്യം എഴുതുന്നില്ല. താഴെ പറയുന്നവയ്ക്ക് മുമ്പ് ദാ ചേർക്കണം. ആ എന്തൊക്കെയാണെന്ന് പറയാം. ഫോമായിട്ട് എഴുതിയാൽ മതി. സീസ്, SEAS, സീസ്, കടലുകളുടെ പേരിന് മുമ്പ്. ഓഷ്യൻസ്, സമുദ്രങ്ങളുടെ പേരിന് മുമ്പ്. റിവേഴ്സ്, നദികളുടെ പേരിന് മുമ്പ്. ഡെസേർട്സ്, മരുഭൂമികളുടെ പേരിന് മുമ്പ് ദാ ചേർക്കണം. നെക്സ്റ്റ് ഫോറസ്റ്റ്, ഫോറസ്റ്റുകളുടെ പേരിന് മുമ്പ് ദാ ചേർക്കണം. പിന്നെ കൺട്രീസ് വിത്ത് പ്ലൂറൽ നെയിംസിന് മുമ്പ് ചേർക്കണം. കൺട്രീസ് വിത്ത് പ്ലൂറൽ നെയിംസ്, കൺട്രീസ് വിത്ത് പ്ലൂറൽ നെയിംസ്, കൺട്രീസ് വിത്ത് പ്ലൂറൽ നെയിംസ്. അപ്പൊ ഇത്രയും ഇവയ്ക്കെല്ലാം മുമ്പ് നമ്മൾ ദാ ചേർക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ എല്ലാത്തിനും ഒരു ഉദാഹരണം എഴുതാം. എക്സാമ്പിൾ, സെന്റൻസ് ആയിട്ട് എഴുതുന്നത് മാത്രമേ ഉള്ളൂ. എക്സാമ്പിൾ നിങ്ങൾ പറയാ ഡാഷ് അറേബ്യൻ സീ. എന്നാന്ന് പറയും? ദ അറേബ്യൻ സീ. ശരിയല്ലേ? എഴുതുക ദ അറേബ്യൻ സീ. ഇനി ഒരു ഓഷ്യന്റെ കൂട്ടി പറയുക, ദ ഇന്ത്യൻ ഓഷ്യൻ, ദ ഇന്ത്യൻ ഓഷ്യൻ, ദ പസഫിക് ഓഷ്യൻ, ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. അങ്ങനെ ഓഷ്യന്റെ പേരിന് മുമ്പ് ദാ ചേർക്കണം. ദ ഗംഗ, ദ ഗംഗ. ഇനി ഡെസേർട്ടിന് ഉദാഹരണം, ദ താർ, ദ താർ, THAR. നമുക്കറിയാം പല ഡെസേർട്ടുകളുണ്ട്. താർ ഡെസേർട്ട് ഉണ്ട്, പൻറ്റഗോണിയൻ ഡെസേർട്ട് ഉണ്ട്, മംഗോളിയൻ ഡെസേർട്ട് ഉണ്ട്, അറ്റക്കാമ ഡെസേർട്ട് ഉണ്ട്. ഇവയുടെ എല്ലാം പേരിന് മുമ്പ് നമ്മൾ ദാ ചേർക്കണം. അപ്പോൾ എന്താണ്? ഡെസേർട്ടുകളുടെ പേരിന് മുമ്പ് ദാ ചേർക്കണം. ദ താർ ഡെസേർട്ട്. അടുത്തത് ഫോറസ്റ്റിന് ഒരു ഉദാഹരണം, ദ നീൽഗിരീസ്. ദ നീൽഗിരി, നീലഗിരി ഫോറസ്റ്റ് ആണല്ലോ. ദ നീൽഗിരി ഫോറസ്റ്റ്, NILGIRIS, ദ നീൽഗിരീസ്. ഇനി നമ്മൾ എഴുതാനുള്ളത് ഒരു ഉദാഹരണം എന്ന് പറയുന്നത് കൺട്രീസ് വിത്ത് പ്ലൂറൽ നെയിംസ് ആണ്. അതായത് കൺട്രീസ് വിത്ത് പ്ലൂറൽ നെയിംസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് വരേണ്ട ഉദാഹരണം പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അതിനു മുമ്പ് നമ്മൾ ദാ ചേർക്കും. ദ USA എന്നാണ് എഴുതാറുള്ളത്. അപ്പൊ എഴുതി ചേർക്കുക ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അങ്ങനെയുള്ള 1-2 രാജ്യങ്ങളുടെ പേര് പറയാമോ? അതുപോലെയൊക്കെ സമാനമായ രീതി വരുന്നത് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക പോലെ ഉള്ള മറ്റ് 1-2 രാജ്യങ്ങളുടെ പേര് പറയാമോ? UAE, ദ UAE, ദ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ദ യുണൈറ്റഡ് കിങ്ഡം. ഇതെല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. ഇനി ഈ പ്ലൂറൽ അല്ലാത്തതും ഉണ്ട്. അതായത് കൺട്രീസ് വിത്ത് പ്ലൂറൽ നെയിമിന് മുമ്പ് ദാ ചേർക്കണമെന്നാണ് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത്. എന്നാൽ പ്ലൂറൽ നെയിം അല്ലാത്തതിന് മുമ്പ് ചിലതിന്റെ മുമ്പ് നമ്മൾ ചേർക്കാറുണ്ട്. ദ പഞ്ചാബ് എന്ന് പറയും. ദ പഞ്ചാബ്. അതായത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്താണ്, പ്രോപ്പർ നൗണുകളുടെ പേരിന് മുമ്പ് നമ്മൾ ആർട്ടിക്കിൾ ചേർക്കരുതെന്ന നിയമമുണ്ട്. അതായത് സ്ഥലങ്ങളുടെയും അതുപോലെ തന്നെ വ്യക്തികളുടെയും പേരിന് മുമ്പ് ആർട്ടിക്കിൾ ചേർക്കരുതെന്ന നിയമമുണ്ട്. എങ്കിലും അതിനൊരു അപവാദമാണ്, എക്സെപ്ഷൻസ് ആണ്. ഈ എക്സെപ്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം സാധാരണ ഇത് കുട്ടികളൊക്കെ റൂൾസ് പഠിക്കും. അപ്പൊ എക്സെപ്ഷൻ ആണ് മിക്കവാറും വിട്ടുപോകുന്നത്. അപ്പൊ എക്സെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ വേണം സൈഡിൽ ബ്രാക്കറ്റിൽ അത് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇതിന്റെ തന്നെയല്ല, അപ്പൊ ഇതല്ല, അത് മറ്റൊരു സെക്ഷൻ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കൺട്രീസ് വിത്ത് പ്ലൂറൽ നെയിംസ് അല്ലാത്ത രാജ്യങ്ങളുടെ പേരിന് മുമ്പ് ഈ ദാ ചേർക്കുന്നതിനുള്ള കുറച്ച് ഉദാഹരണം, 2-3 ഉദാഹരണങ്ങളേ ഉള്ളൂ. അപ്പൊ അതൊന്ന് എഴുതിയിട്ടേരെ. ദ പഞ്ചാബ്, ദ ഹേഗ്, HAGUE, ദ ഹേഗ്, ദ ക്രീമിയ, ദ ക്രീമിയ, ദ കോങ്കോ, ദ ക്രീമിയ, ദ കോങ്കോ. അപ്പൊ ഇവയ്ക്കൊക്കെ മുമ്പ് നമ്മൾ ചേർക്കുന്നത് ദാ ചേർക്കും എന്നുള്ളതാണ്.
പിന്നെ ആ കൺട്രീസ് വിത്ത് പ്ലൂറൽ നെയിംസ് നമ്മൾ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എഴുതിയിട്ടില്ലേ, അതിന്റെ കൂടെ ഒരെണ്ണം കൂടെ ആഡ് ചെയ്യുക. അതിന്റെ കൂട്ടത്തില് ദ നെതർലാൻഡ്സ്, ദ നെതർലാൻഡ്സ്, ദ നെതർലാൻഡ്സ്. അത് ശരിക്കും എന്താണ്, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആ ഒരു പാറ്റേണിൽ അല്ലെങ്കിലും വാക്ക് കാണുമ്പോൾ, രാജ്യത്തിന്റെ പേര് കാണുമ്പോൾ നമുക്കൊരു പ്ലൂറൽ സെൻസ് കിട്ടുന്നുണ്ട്. ദ നെതർലാൻഡ്സ്, എസ് ഉണ്ട് അവസാനം. എങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ അതിന് മുമ്പ് ദാ ചേർത്തിരിക്കുന്നത്. അപ്പൊ കൺട്രീസ് വിത്ത് പ്ലൂറൽ നെയിംസിന് മുമ്പ് നമ്മൾ ദാ ചേർക്കും. സാധാരണ രാജ്യങ്ങളുടെ പേരിന് മുമ്പ് നമ്മൾ ആർട്ടിക്കിൾ ചേർക്കാറില്ല. പക്ഷെ ദാ ചേർക്കുന്ന 2-3 രാജ്യങ്ങളുടെ പേരുകളും ഉണ്ട്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ പഞ്ചാബ്, ദ കോങ്കോ, ദ ക്രീമിയ, ദ ഹേഗ്, ഇതെല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. അടുത്ത, അപ്പൊ ഈ പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. ഇമ്പോർട്ടന്റ് ആണ് ഇത് ഏരിയ. അതായത് നമ്മൾ കുറെ അധികം പോയിന്റുകൾ ഇപ്പോൾ പഠിച്ചു. അതായത് സിംഗിൾ ആയിട്ടുള്ള എന്താണ് ഐലൻഡിന്റെ പേരിന് മുമ്പ് ആർട്ടിക്കിൾ വേണ്ട, സിംഗിൾ ഐലൻഡ് ഉള്ള രാജ്യങ്ങളുടെ പേരിന് മുമ്പ് ആർട്ടിക്കിൾ വേണ്ട. എന്നാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡുകൾ കൂടി ചേർന്നിട്ടുള്ള രാജ്യത്തിന്റെ പേരിന് മുമ്പ് നമ്മൾ ആർട്ടിക്കിൾ ദാ ചേർക്കണം. ഉദാഹരണം ദ വെസ്റ്റ് ഇൻഡീസ് എന്ന്, അതായത് ദ മാൽദീവ്സ് പോലെ തന്നെയുള്ളതാണ് ദ വെസ്റ്റ് ഇൻഡീസ്. നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡുകൾ കൂടി ചേർന്നുണ്ടാകുന്ന ഒരു രാജ്യമാണ് വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുക. therefore ദ വെസ്റ്റ് ഇൻഡീസ് എന്നാണ് പറയുക. പിന്നെ എന്താണ്, കൺട്രീസ് വിത്ത് പ്ലൂറൽ നെയിമിന് മുമ്പ് നമ്മൾ ദാ ചേർക്കും. ഉദാഹരണങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി പ്ലൂറൽ നെയിംസ് അല്ലാത്ത ചില രാജ്യങ്ങളുടെ പേരിന് അല്ലെങ്കിൽ സ്ഥലത്തിന്റെ പേരിന് മുമ്പ് നമ്മൾ ദാ ചേർക്കാറുണ്ട്. അതിന് ഉദാഹരണം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പ്രത്യേകിച്ച് മനസ്സിലാക്കി വെക്കേണ്ട ഏരിയാസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡാഷ് രാമായണ, ഡാഷ് ഡാഷ് രാമായണ, ഡാഷ് രാമായണ is a holy book, is a holy book. Dash Ramayana is a holy book. One more example. Dash Indian Express, dash Indian Express is a good newspaper. Dash Indian Express is a good newspaper. ഒന്ന് ആൻസർ പറയാമെന്ന് നോക്കി അതിനകത്ത്. ദ രാമായണ. Yes, the Ramayana. The Indian Express. The Indian Express. The Indian Express. Correct ആണ്. ഒരു സെക്കൻഡ്. Okay, let us continue. The Ramayana is a holy book. The Indian Express is a good newspaper. കാരണം എഴുതിക്കൊള്ളുക. അതായത് ഹോളി ബുക്കുകളുടെയും ന്യൂസ് പേപ്പറുകളുടെയും പേരിന് മുമ്പ് ദാ ചേർക്കണം. 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 എന്നാൽ ഒരു ഹോളി ബുക്കിന്റെ പേര് ആരംഭിക്കുന്നത്
ബോബി സി കെയുടെ ഓഡിയോ ഒന്ന് ഓഫ് ചെയ്തേക്കാമോ? ഓക്കെ, താങ്ക് യു. എന്നാൽ ഒരു ഹോളി ബുക്കിന്റെ പേര് ആരംഭിക്കുന്നത് ഒരു വ്യക്തിയുടെ പേരോട് കൂടിയാണെങ്കിൽ അതിനു മുമ്പ് ആർട്ടിക്കിൾ പാടില്ല. താഴെ ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതുക. എക്സാമ്പിൾ: ഡാഷ് വാൽമീകീസ് രാമായണ. ഡാഷ് വാൽമീകീസ് രാമായണ. ഡാഷ് വാൽമീകീസ് രാമായണ. ആ ഡാഷ് ഇൻഡു ഇട്ടേരെ, അവിടെ ആർട്ടിക്കിൾ വേണ്ടെന്നർത്ഥം. നമുക്കറിയാം രാമായണ അതായത് ഹോളി ബുക്കാണ്. അപ്പോൾ ഒരു ഹോളി ബുക്കിന്റെ പേരിന് മുമ്പ് ഒരു വ്യക്തിയുടെ പേര് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആർട്ടിക്കിളായ ദാ ചേർക്കരുത്. അല്ലെങ്കിൽ നമുക്ക് ഹോളി ബുക്കിന്റെ പേരിന് മുമ്പ് ന്യൂസ് പേപ്പറുകളിലൊക്കെ പേരിന് മുമ്പ് നമുക്ക് ആർട്ടിക്കിൾ ചേർക്കാം. അടുത്ത ചോദ്യം: ഹി ഈസ് ഡാഷ്. ഹി ഈസ് one of dash best students of our class. He is one of dash best students of our class. നിങ്ങൾക്ക് ആൻസർ അറിയാം. എന്താണ് ആൻസർ എന്ന് പറയാമോ? He is one of the best students of our class. യെസ്, കറക്റ്റ് ആണ്. അതായത് ഇവിടെ ദാ വന്നതിന് കാരണം നിങ്ങൾക്ക് അറിയാമായിരിക്കും. ബെസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അതായത് ഗുഡ് പോസിറ്റീവ് ഡിഗ്രിയാണ്, ബെറ്റർ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്, ബെസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അതായത് മിക്കവാറും അഡ്ജക്റ്റീവുകൾക്കും ആഡ്വേർബുകൾക്കും ഇങ്ങനെ 3 രൂപങ്ങളുണ്ട്. അതായത് പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി ആൻഡ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഉദാഹരണം ലോങ്, ലോങ്ങർ, ലോങ്ങസ്റ്റ്, ബിഗ്, ബിഗർ, ബിഗസ്റ്റ്. ഇതെല്ലാം ഹാപ്പി, ഹാപ്പിയർ, ഹാപ്പിയസ്റ്റ്. ഇതെല്ലാം എന്താണ്? ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ്. അതായത് പോസിറ്റീവ് ഡിഗ്രിയും കമ്പാരിറ്റീവ് ഡിഗ്രിയും അതുപോലെ തന്നെ സൂപ്പർലേറ്റീവ് ഡിഗ്രികളുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പ് നമ്മൾ ദാ ചേർക്കണം. നമ്മൾ ഇതിനു മുമ്പ് എഴുതിയിട്ടുണ്ട് വേറെ എന്താണ്? മൗണ്ട് എവറസ്റ്റ് ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ദ ഹയസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഹൈ, ഹയർ, ഹയസ്റ്റ്. അപ്പോൾ ഹയസ്റ്റ് എന്ന് പറയുന്ന സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പ് നമ്മൾ ദാ ചേർത്തിരിക്കുന്നു. അപ്പൊ ഇവിടെയും നമ്മൾ അതുപോലെ തന്നെ എന്താണ്? ബെസ്റ്റ് എന്ന് പറയുന്ന സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പ് നമുക്ക് ദാ ചേർക്കണം. അപ്പൊ എല്ലാ സൂപ്പർലേറ്റീവ് ഡിഗ്രികൾക്ക് മുമ്പ് ദാ ചേർക്കണം. എഴുതി ചേർക്കുക. സൂപ്പർലേറ്റീവ് ഡിഗ്രികൾക്ക് മുമ്പ് ദാ ചേർക്കണം. സൂപ്പർലേറ്റീവ് ഡിഗ്രികൾക്ക് മുമ്പ് ദാ ചേർക്കണം. ഇനി ഇപ്പോൾ എഴുതിയ കാര്യത്തിന് ഒരു എക്സെപ്ഷൻ ഉണ്ട്, എഴുതുക. അതും ഇതിന്റെ കൂടെ തന്നെയാണ്, അടുത്ത പോയിന്റ് അല്ല. ഹി ഈസ് മൈ ഡാഷ് ബെസ്റ്റ് ഫ്രണ്ട്. ഹി ഈസ് മൈ ഡാഷ് ബെസ്റ്റ് ഫ്രണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ബെസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രി അടങ്ങുന്നത്. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ബട്ട് വി ആർ നോട്ട് സപ്പോസ് ടു യൂസ് എനി ആർട്ടിക്കിൾ ഹിയർ. അതായത് ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പ് ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് വന്നാൽ, മൈ എന്ന് പറയുന്നത് ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. ഇങ്ങനെ മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ദയർ ഇതെല്ലാം പൊസസീവ് അഡ്ജക്റ്റീവുകളാണ്. അപ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പ് പൊസസീവ് അഡ്ജക്റ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും സൂപ്പർലേറ്റീവിന് മുമ്പ് ദാ ചേർക്കില്ല. അല്ലെങ്കിൽ തന്നെ നമുക്ക് അറിയാം ഹി ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ് നമുക്ക്. ഈ സെന്റൻസ് നമുക്ക് പരിചയമുള്ളതായതുകൊണ്ട് നമ്മൾ എന്താണ് ഇതിനിടയ്ക്ക് ഇല്ല എന്ന് നമുക്ക് ഉറപ്പിക്കും. പക്ഷെ മറ്റു ചില സെന്റൻസുകൾ വന്നു കഴിയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, ഡാഷിന് മുമ്പ് കിടക്കുന്ന വാക്ക് ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ പൊസസീവ് അഡ്ജക്റ്റീവുകൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പ് വന്നാൽ അതിനിടയിൽ ആർട്ടിക്കിൾ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ എഴുതി ചേർത്തേരെ, സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പ് ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് വന്നാൽ, സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പ് ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് വന്നാൽ സൂപ്പർലേറ്റീവിന് മുമ്പ് ദാ പാടില്ല. സൂപ്പർലേറ്റീവിന് മുമ്പ് ദാ പാടില്ല.
സൂപ്പർലേറ്റീവിന് മുമ്പ് ദാ പാടില്ല. ഇനി ആ വാക്കുകളോട് അത് നോട്ട് ചെയ്ത് വെച്ചാൽ ഏതൊക്കെയാണ് ഈ പൊസസീവ് അഡ്ജക്റ്റീവ് കേട്ടോ. മൈ, അവർ, മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ദയർ. മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ദയർ. ഇതെല്ലാം പൊസസീവ് അഡ്ജക്റ്റീവുകളാണ്. ഇഫ് എനി വൺ ഓഫ് ദീസ് പൊസസീവ് അഡ്ജക്റ്റീവ് കംസ് ജസ്റ്റ് ബിഫോർ എ സൂപ്പർലേറ്റീവ് ഡിഗ്രി, then no article is supposed to be given or preceded the superlative. Superlative ഒന്നും ചേർക്കാൻ പാടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം ഇതാണ്. മഞ്ജു ഈസ്, മഞ്ജു ഈസ് ഡാഷ്, മഞ്ജു ഈസ് ഡാഷ് സ്മാർട്ടർ, SMARTER, smarter of the two sisters, of the two sisters. Manju is dash smarter of the two sisters. Manju is dash smarter of the two sisters. അതായത് നമുക്കറിയാം സ്മാർട്ടർ എന്ന് പറയുന്ന കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. സ്മാർട്ട്, സ്മാർട്ടർ, സ്മാർട്ടസ്റ്റ്, ദീസ് ആർ ദ 3 ഡിഗ്രീസ് ഇതിന്റെ. ഇനി നിങ്ങൾ പറയാമോ എന്ത് ആൻസർ ആണ് കൊടുക്കേണ്ടതെന്ന്? മഞ്ജു ഈസ് ഡാഷ് സ്മാർട്ടർ ഓഫ് ദ 2 sisters. Any one of you in the class? You can say, definitely you can give answer. Correct or no, ഒന്നും പ്രശ്നമുള്ള കാര്യമില്ല. You may just tell me what it is. സുജ ആൻസർ എന്ന് പറയാമോ? സുജ ജേക്കബ്. എനിക്ക് കറക്റ്റ് കിട്ടണം സാറേ. ദാ വെക്കില്ല എന്ന് തോന്നുന്നു. 2 ആണോ വെക്കോ? ഏതാണ്? TOO. അല്ല, നമുക്ക് ആർട്ടിക്കിളിന്റെ ടോപ്പിക് അല്ലേ, അതിലേക്കൊന്നും പോകുന്നില്ല. ദാ ഒന്നുകിൽ എയോ ദാ എയോ എ ആൻഡ് അല്ലെങ്കിൽ ദ അല്ലെങ്കിൽ നൺ ഓഫ് ദിസ്, ഇതേ ഓപ്ഷൻ ഉള്ളൂ നമുക്ക്. വേറെ വാക്കുകളൊന്നും നമുക്ക് പ്രതീക്ഷിക്കുന്നില്ല ഇതിനകത്ത്. അതായത് Manju is a smarter of the 2 sisters. മഞ്ജു ഈസ് എ സ്മാർട്ടർ ഓഫ് ദ 2 sisters എന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. ഇവിടെ ദായാണ് വരേണ്ടത്. മഞ്ജു ഈസ് ദ സ്മാർട്ടർ ഓഫ് ദ 2 sisters. പക്ഷെ അവിടെ 2 ദാ വരുന്നുണ്ട്. മഞ്ജു ഈസ് ദ സ്മാർട്ടർ ഓഫ് ദ സ്മാർട്ടർ ഓഫ് ദ 2 sisters അങ്ങനെ പറഞ്ഞാലേ പറ്റത്തുള്ളൂ. അതായത് ആ 2 സഹോദരിമാരിൽ വേണ്ടേ, സ്പെസിഫൈ ചെയ്ത് പറയണ്ടേ. അവിടെ ദാ ഇല്ല എങ്കിൽ 2 ദാ വന്നു എന്ന് കരുതി സെന്റൻസ് തെറ്റ് വരുന്നില്ലല്ലോ. അതായത് ആ രണ്ടാമത്തെ ദാ അവിടെ ഇല്ലെങ്കിൽ ആ 2 സഹോദരിമാരിൽ ഏറ്റവും സ്മാർട്ട് ഉള്ളയാള് മഞ്ജു ആണെന്ന് പറയണമെങ്കിൽ ആ 2 പേരെ നമ്മൾ പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് പറയണ്ടേ അല്ലേ? അവിടെ ആ ദാ ഇല്ല എന്ന് നിങ്ങൾ കരുത്. മഞ്ജു ഈസ് ദ സ്മാർട്ടർ ഓഫ് 2 sisters. ഏത് 2 sisters ആ? 2 sisters അല്ലേ? 2 sisters ഒത്തിരി ഇല്ലേ? അപ്പൊ അവിടെ നമുക്ക് ദ 2 എന്ന് പറയുന്നത് കമ്പൽസറി ആണ്. അത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വരത്തില്ല. അത് ആ ദാ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരില്ല. നിങ്ങൾക്ക് വരുന്ന പരീക്ഷയ്ക്ക് വരുന്ന ഇതാണ്, മഞ്ജു ഈസ് ഡാഷ് സ്മാർട്ടർ ഓഫ് ദ 2 sisters. ഇവിടെ ദാ വരണം. അതായത് ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെല്ലാം പഠിച്ചു വെച്ചിരിക്കുകയാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പ് ദാ വരണമെന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്, സത്യമാണ്. പക്ഷെ ഇവിടെ കിടക്കുന്ന കമ്പാരിറ്റീവ് ഡിഗ്രി ആണ് താനും സ്മാർട്ടർ ആണ്. അതായത് കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് മുമ്പ് നമ്മൾ ദാ ചേർക്കുന്ന 2 സാഹചര്യങ്ങളുണ്ട്. 2 സാഹചര്യങ്ങളിൽ ഒരു സാഹചര്യമാണ് ഇത്. എവിടെയാന്ന് ചോദിച്ചാല് അതായത് 2 പേരെ കുറിച്ച് പറയുകയും അല്ലെ, 2 sisters 2 പേരെ കുറിച്ച് പറയുകയും സെന്റൻസിൽ
രണ്ടുപേരെ കുറിച്ച് പറയുകയും അതിനകത്ത് ഓഫ് ദ ടു എന്ന് വരികയും ചെയ്താൽ, രണ്ടുപേരെ കുറിച്ച് പറയുകയും, അതായത് കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് മുമ്പ് ദാ ചേർക്കുന്ന സാഹചര്യം ഞാൻ പറയുന്നത് എന്താണ്, രണ്ടുപേരെ കുറിച്ച് പറയുകയും അതിനകത്ത് ഏത് വാക്കുകൾ വന്നാൽ ഓഫ് ദ ടു എന്ന് വരികയും ചെയ്താൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ദാ ചേർക്കണം എന്നർത്ഥം. അപ്പൊ എഴുതി ചേർക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സാധാരണ എക്സാംസിനൊക്കെ കണ്ടുവരുന്ന ഒരു ചോദ്യമാണിത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഈ കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് മുമ്പ് ദാ വരുന്ന സാഹചര്യം. ആകെ രണ്ട് സിറ്റുവേഷൻസിലുള്ളൂ, ബാക്കി ഒരിടത്തും വരില്ല. അപ്പം ആ രണ്ട് സിറ്റുവേഷനാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പൊ എഴുതുക, മഞ്ജു ഈസ് ദ സ്മാർട്ടർ ഓഫ് ദ ടു സിസ്റ്റേഴ്സ്. കാരണം എഴുതിക്കൊള്ളുക, ഒരു കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് ഒരു സെന്റൻസിൽ രണ്ടുപേരെ കുറിച്ച് പറയുകയും ഒരു സെന്റൻസിൽ രണ്ടുപേരെ കുറിച്ച് പറയുകയും ഓഫ് ദ ടു ഉണ്ടായിരിക്കുകയും ചെയ്താൽ ഓഫ് ദ ടു ഉണ്ടായിരിക്കുകയും ചെയ്താൽ കമ്പാരിറ്റീവിന് മുമ്പ് ദാ ചേർക്കണം. അടുത്ത ചോദ്യം, ഡാഷ് ഹയർ യു ഗോ. Dash higher you go. Dash colder it is. Dash higher you go. Dash colder it is. ഇവിടെ നിങ്ങൾ കണ്ടു, ഇതാണ് ഹയർ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്, കോൾഡറും കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ഈ രണ്ട് സിറ്റുവേഷനുകളിൽ മാത്രമാണ് കമ്പാരിറ്റീവ് ഡിഗ്രികൾക്ക് മുമ്പ് നമ്മൾ ദാ ചേർക്കുന്നത്. അപ്പൊ ഈ ആൻസർ നിങ്ങൾക്കറിയാം, ദ ഹയർ യു ഗോ ദ കോൾഡർ ഇറ്റ് ഈസ്. ദ ഹയർ യു ഗോ ദ കോൾഡർ ഇറ്റ് ഈസ്. അതായത് ഇത് നോക്കിയേ, ദ പ്ലസ് കമ്പാരിറ്റീവ് ആണ് അല്ലെ, ദ ഹയർ, ദ ഇത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. അതുപോലെ തന്നെ വീണ്ടും ദ കോൾഡർ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ഇത് ഗ്രാമറിനകത്ത് നമ്മൾ പറയുന്ന ഒരു ഭാഗമാണ്. ദ പ്ലസ് കമ്പാരിറ്റീവ് ഫോമിൽ എഴുതുക എന്നാണ് പറയുന്നത്. ദ പ്ലസ് കമ്പാരിറ്റീവ്. അപ്പോൾ ദ ഹയർ യു ഗോ ദ കോൾഡർ ഇറ്റ് ഈസ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് മേഖലയാണ്. അതായത് കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ദാ വരുന്ന രണ്ട് സിറ്റുവേഷൻസ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. സാധാരണ സൂപ്പർലൈറ്റീവ് ഡിഗ്രിക്ക് മുമ്പാണ് ദാ ചേർക്കുന്നത്. ബട്ട് വി യൂസ് ദ ബിഫോർ കമ്പാരിറ്റീവ് ഡിഗ്രീസ് ഇൻ 2 കേസസ്. എപ്പോഴാണ് ചോദിച്ചാൽ, ഒരു സെന്റൻസിൽ രണ്ടുപേരെ കുറിച്ച് പറയുകയും അതിനകത്ത് ഓഫ് ദ ടു എന്ന് വരികയും ചെയ്താൽ കമ്പാരിറ്റീവിന് മുമ്പ് ദാ ചേർക്കണം. പിന്നെ ദ പ്ലസ് കമ്പാരിറ്റീവിന്റെ പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും ദാ ചേർക്കണം രണ്ടിടത്തും. അപ്പൊ ഇതിന്റെ രണ്ടാമത്തെ കാരണം എഴുതിയിട്ടുള്ളത്, ഇത് ദ പ്ലസ് കമ്പാരിറ്റീവ് പാറ്റേണിലുള്ള സെന്റൻസ് ആണ്. ദ പ്ലസ് കമ്പാരിറ്റീവ് പാറ്റേണിലുള്ള സെന്റൻസ് ആണ്. അതുകൊണ്ട് ഇവിടെ രണ്ടിടത്തും ദാ ചേർക്കണം. അടുത്ത ചോദ്യം, അടുത്ത പാർട്ടാണ്. ഡാഷ് റിച്ച് മസ്റ്റ് help the poor. Dash rich must help the poor. Can you tell me which article may be given here or may not be given? The rich. Correct ആണ്. The rich must help the poor. അതായത് നമുക്കറിയാം, റിച്ച് എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ്, ശരിയല്ലേ? ഹി ഈസ് എ റിച്ച് മാൻ. മാൻ എന്ന് പറയുന്ന നൗണിനെ വിശേഷിപ്പിക്കാനാണ് നമ്മൾ റിച്ച് ഉപയോഗിച്ചിരിക്കുന്നത്.
അപ്പോൾ റിച്ച് എന്ന് പറയുന്ന വാക്ക് അഡ്ജക്റ്റീവ് ആണ്, പൂർ എന്ന് പറയുന്ന വാക്കും അഡ്ജക്റ്റീവ് ആണ്, യങ് എന്ന് പറയുന്ന വാക്ക് അഡ്ജക്റ്റീവ് ആണ്, ഓൾഡ് എന്ന് പറയുന്ന വാക്ക് അഡ്ജക്റ്റീവ് ആണ്, അല്ലെങ്കിൽ എന്താണ് ബ്രേവ് എന്ന് പറയുന്ന വാക്ക് അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ അഡ്ജക്റ്റീവുകൾക്ക് മുമ്പ് നിയമം ഇതാണ്, അഡ്ജക്റ്റീവുകൾക്ക് മുമ്പ് ദാ ചേർത്താൽ അത് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആയി മാറും. അഡ്ജക്റ്റീവുകൾക്ക് മുമ്പ് ദാ ചേർത്താൽ അത് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആയി മാറും. ഞാൻ നിങ്ങളോട് ഒരു സെന്റൻസ് പറയാം. ഇപ്പൊ ഇതാണ്, നിങ്ങൾ എഴുതണ്ട. The rich must help the poor. The rich must help the poor. അല്ല, അങ്ങനെയല്ല. ഇതാണ് സെന്റൻസ്. She helps the poor. She helps the poor. ഈ സെന്റൻസ് ആക്റ്റീവ് വോയിസിലാണ് കിടക്കുന്നത്. She helps the poor. നിങ്ങൾക്ക് ഇതിനെ ഒന്ന് പാസീവിലേക്ക് മാറ്റാമോ? ഈ സെന്റൻസിനെ ഒന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറ്റുമോ? She helps the poor. She സബ്ജക്റ്റ് ആണ്. ഹെൽപ്സ് എന്ന് പറയുന്നത് ഒരു വെർബാണ്, ട്രാൻസിറ്റീവ് വെർബാണ്. ദ പുവർ എന്ന് പറയുന്നത് ഇതിന്റെ ഒബ്ജക്റ്റ് ആണ്. ഇതിനെ ഒന്ന് പാസീവിലേക്ക് മാറ്റാൻ എനിവൺ, ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? കൺവേർട്ട് ചെയ്യാമോ? അതായത് ഞാൻ ഈ സെന്റൻസ് തരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ ആക്റ്റീവ് ആൻഡ് പാസീവ് പഠിപ്പിച്ചതിന് ശേഷം ഈ സെന്റൻസ് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അന്നേരം കുട്ടികൾ അതിനെ അതായത് പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത് ഇങ്ങനെയാണ്. അവർ പറയും, സാറേ ഇതിന്റെ ആൻസർ ദ പുവർ ഈസ് ഹെൽപ്ഡ് ബൈ ഹെയർ എന്ന് കുട്ടികൾ പറയാറുണ്ട് മിക്കവാറും. പക്ഷെ ഇത് തെറ്റാണ്. കാരണം അവർ ദ പുവറിനെ സിംഗുലർ ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ശരിക്കും പറയേണ്ടത് ആറാണ് വരേണ്ടത്. ദ പുവർ ആർ ഹെൽപ്ഡ് ബൈ ഹെർ എന്ന് വേണം കൊടുക്കാനായിട്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ഈ സെന്റൻസ് കൂടി കിട്ടേണ്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ഇതാണ് ഒരു അഡ്ജക്റ്റീവിന് മുമ്പ്, അതായത് റിച്ച്, പുവർ, യങ്, ഓൾഡ്, ബ്രേവ് തുടങ്ങിയവയെല്ലാം അഡ്ജക്റ്റീവ് ആണ്. ഒരു അഡ്ജക്റ്റീവിന് മുമ്പ് നമ്മൾ ദാ ചേർത്താൽ അത് എന്തായി മാറും എന്നുള്ളതാ ചോദിച്ചാൽ ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആയി മാറും. അപ്പോൾ ഒരു അഡ്ജക്റ്റീവിനെ പ്ലൂറൽ സബ്ജക്റ്റ് ആക്കി മാറ്റുവാനായിട്ട് എന്ത് ചെയ്താൽ മതി? അതിനു മുമ്പ് ദാ ചേർത്താൽ മതി. അപ്പോൾ ദാ ചേർത്ത് കഴിയുമ്പോൾ അത് പ്ലൂറൽ സബ്ജക്റ്റ് ആയി മാറി. പ്ലൂറൽ സബ്ജക്റ്റ് ആകുമ്പോൾ പിന്നെ തുടർന്ന് വരുന്ന ക്രിയയും പ്ലൂറൽ ആയിരിക്കണമല്ലോ. അപ്പോൾ ദ പുവർ ആർ ഹെൽപ്ഡ് ബൈ ഹെയർ എന്നായിരുന്നു പറയേണ്ടത്. അപ്പൊ കുട്ടികളെല്ലാം പലപ്പോഴും എന്താണ്, ദ പുവർ കണ്ടു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ദ റിച്ച് കണ്ടു കഴിയുമ്പോൾ, ദ യങ് കണ്ടു കഴിയുമ്പോൾ അവർക്ക് ആർക്കും തോന്നാറില്ല. ഞാൻ നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, അല്ലാതെ നമുക്ക് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ക്ലാസ് ഒക്കെ എടുക്കുന്ന കുട്ടികൾ പറയാറുണ്ട്, സാറേ അത് സിംഗുലർ അല്ലേ? അല്ല, സിംഗുലർ അല്ലാതിരിക്കാൻ കാരണം ദ പുവർ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർ എന്നാണ് അർത്ഥം. ദ റിച്ച് എന്ന് പറഞ്ഞാൽ പണക്കാരെന്നാണ് അർത്ഥം. അപ്പൊ പിന്നെ അത് പ്ലൂറൽ ആണല്ലോ. അപ്പം എന്താണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് അഡ്ജക്റ്റീവുകൾക്ക് മുമ്പ് എഴുതി ചേർത്തുകൊള്ളുക. അഡ്ജക്റ്റീവുകൾക്ക് മുമ്പ് ദാ ചേർത്താൽ അത് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആയി മാറുന്നു. അഡ്ജക്റ്റീവുകൾക്ക് മുമ്പ് ദാ ചേർത്താൽ അത് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ട് മാറും. അതിന് കുറച്ച് എക്സാമ്പിൾസ് കൊണ്ട് എഴുതി ചേർത്തു. ഇത് യങ്, ഇത് ഓൾഡ്, ഇത് റിച്ച്. ഇത് യങ്, ഇത് ഓൾഡ്, ഇത് റിച്ച്. ഇത് യങ്, ഇത് ഓൾഡ്, ഇത് റിച്ച്, ഇത് ബ്രേവ്, എക്സെട്ര. നെക്സ്റ്റ്, അടുത്തത് ഇതാണ് അടുത്ത ചോദ്യം. ഡാഷ് കേരള എക്സ്പ്രസ് Kerala Express
leaves from platform number 2 dash Kerala Express leaves from platform number 2 at 2:30 p.m. 2:30 p.m. Dash Kerala Express leaves from platform number 2 at 2:30 p.m. ഇവിടെ നമ്മൾ ദാ ചേർക്കണം. അപ്പൊ ആൻസർ വരും ദ കേരള എക്സ്പ്രസ്. ഇനി കാരണം എഴുതിച്ചോളുക. ട്രെയിനുകളുടെയും ഷിപ്പുകളുടെയും പേരിന് മുമ്പ് ദാ ചേർക്കണം. 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 അടുത്ത അപ്പൊ ഒരു ഷിപ്പിന്റെ പേരിനോട് എഴുതിയിട്ടു ദ ടൈറ്റാനിക്. എന്നാണ് പറയേണ്ടത്. ദ ടൈറ്റാനിക്. നെക്സ്റ്റ് സെന്റൻസ്. അടുത്ത എക്സാമ്പിൾ, അടുത്ത ചോദ്യം ഇതാണ്. ഡാഷ് മലബാർ ഹോട്ടൽ ഈസ് എ വെരി ഫേമസ് ഹോട്ടൽ ഇൻ തൊടുപുഴ. ഡാഷ് മലബാർ ഹോട്ടൽ dash Malabar Hotel is a very famous hotel in തൊടുപുഴ. Dash Malabar Hotel is a very famous hotel in തൊടുപുഴ. One more question. Dash Hotel Malabar dash Hotel Malabar dash Hotel Malabar is situated near the Pamban River. Near the Pamba River. ഇനി ആൻസർ പറയാമോ നോക്കിയേ. ഏതായിരിക്കും വരിക അക്കോർഡിംഗ് ടു യു? ഇതാണ് സമാനമായ ഒരു സാഹചര്യമാണ് ഇതിനകത്തുള്ളത്. ഡാഷ് മലബാർ ഹോട്ടലും ഡാഷ് ഹോട്ടൽ മലബാറും. ഇതാണ് അതിന്റെ വ്യത്യാസം. എന്തായാലും ഒരിടത്ത് ചേർക്കണം, രണ്ടാമത്തെ ഇടത്ത് ചേർക്കണ്ട. എവിടെയാണ് ചേർക്കേണ്ടത്, എവിടെയാണ് ചേർക്കേണ്ടാത്തത് പറയാമോ നോക്കി. ആദ്യത്തെ ചേർക്കണം അല്ലെ? ദ മലബാർ ഹോട്ടൽ കറക്റ്റ് ആണ്. രണ്ടാമത്തെ എടുത്ത് വേണ്ട. അപ്പൊ എഴുതി ചേർക്കുക, കാരണം എഴുതിക്കൊള്ളുക. അപ്പൊ ഉത്തരം എഴുതി ദ മലബാർ ഹോട്ടൽ. അതുപോലെ തന്നെ രണ്ടാമത്തേനകത്ത് വേണ്ട, ഇൻഡു വിട്ടേര്, ഹോട്ടൽ മലബാർ മതി. എഴുതുക. ഹോട്ടലുകളുടെയും തിയേറ്ററുകളുടെയും പേരിന് മുമ്പ് ദാ ചേർക്കണം. ഹോട്ടലുകളുടെയും തിയേറ്ററുകളുടെയും പേരിന് മുമ്പ് ദാ ചേർക്കണം. ഹോട്ടലുകളുടെയും തിയേറ്ററുകളുടെയും പേരിന് മുമ്പ് ദാ ചേർക്കണം. എന്നാൽ ഒരു ഹോട്ടലിന്റെ പേര് ആരംഭിക്കുന്നത് ഹോട്ടൽ എന്ന വാക്കേലാണെങ്കിൽ, എന്നാൽ ഒരു ഹോട്ടലിന്റെ പേര് ആരംഭിക്കുന്നത്
ഹോട്ടൽ എന്ന വാക്കിലാണ് എങ്കിൽ ഹോട്ടൽ എന്ന വാക്കിൽ ആണെങ്കിൽ അതിനു മുമ്പ് ആർട്ടിക്കിൾ പാടില്ല. അതിനു മുമ്പ് ആർട്ടിക്കിൾ പാടില്ല. അതിനു മുമ്പ് ആർട്ടിക്കിൾ പാടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഫസ്റ്റ് പ്രൈസ് വിന്നർ ഈസ് ഓണേഡ്. ഡാഷ് ഫസ്റ്റ് പ്രൈസ് വിന്നർ ഈസ് ഓണേഡ്. HONOURED. ഡാഷ് ഫസ്റ്റ് പ്രൈസ് വിന്നർ ഈസ് ഓണേഡ്. HONOURED. Dash first prize winner is honored. Dash first prize winner is honored. നിങ്ങൾക്ക് അറിയാം ആൻസർ, പറയാമോ എന്താണെന്ന്? The first prize. ഫസ്റ്റ് പ്രൈസ് വിന്നർ ഈസ് ഓണേഡ്. കറക്റ്റ് ആണ്. അതായത് ഈ നമുക്കറിയാം ഇതെല്ലാം ഓർഡിനൽ നമ്പറുകളാണ്. നമുക്ക് രണ്ടു തരം നമ്പറുകളുണ്ട്, കാർഡിനൽ നമ്പറും ഉണ്ട്. അതായത് 1, 2, 3 എന്ന് പറയുന്ന കാർഡിനൽ നമ്പറാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന് പറയുന്നത് അത് ഓർഡിനൽ നമ്പറാണ്. ഓർഡിനൽ നമ്പറിന് മുമ്പ് നമ്മൾ ചേർക്കണം ഏത്? ദ ചേർക്കും. എന്നാൽ എപ്പോഴും ചേർക്കില്ല. ഉദാഹരണം ഇപ്പൊ ഞാൻ പറയട്ടെ, ദ സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയും. പക്ഷെ വേൾഡ് വാർ ദ സെക്കൻഡ് എന്ന് പറയില്ല, വേൾഡ് വാർ സെക്കൻഡ് എന്നേ പറയത്തുള്ളൂ. തിരിച്ചു പറയുമ്പോൾ വേൾഡ് വാർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മതി, ദാ ചേർക്കേണ്ടെന്നാണ്. അപ്പം സൈഡിൽ ഒന്ന് നോട്ട് ചെയ്ത് കൊടുത്താൽ എന്താണ്, എങ്ങനെ എഴുതുക? ഓർഡിനൽ നമ്പറുകൾക്ക് മുമ്പ് ദാ ചേർക്കണം. ഓർഡിനൽ നമ്പറുകൾക്ക് മുമ്പ് ദാ ചേർക്കണം. ഓർഡിനൽ നമ്പറുകൾക്ക് മുമ്പ് ദാ ചേർക്കണം. ഒരു ഉദാഹരണം കൂടെ എഴുതുക. ദ സെക്കൻഡ് വേൾഡ് വാർ. ദ സെക്കൻഡ് വേൾഡ് വാർ. ദ സെക്കൻഡ് വേൾഡ് വാർ വാസ് ഫോർട്ട് ബിറ്റ്വീൻ. The Second World War was fought between two. The Second World War was fought between two mighty groups. Two mighty groups. അവിടെ നമ്മൾ ദ സെക്കൻഡ് വേൾഡ് വാർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് ആണ്. ഇനി ബ്രാക്കറ്റിൽ എഴുതിയാല് don't say World War the Second. Don't say World War the Second. Don't say World War the Second. അതായത് ദ സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയും, പക്ഷെ വേൾഡ് വാർ ദ സെക്കൻഡ് എന്ന് പറയില്ല എന്നർത്ഥം. അത് അതായത് നമ്മളിപ്പോ എഴുതി വെച്ചേക്കാണ് എന്താണ്, ഈ ഓർഡിനൽ നമ്പറുകൾക്ക് മുമ്പ് ദാ ചേർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതി ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ചേർത്തേക്കരുത് എന്നർത്ഥം. ദ സെക്കൻഡ് വേൾഡ് വാർ എന്ന് എഴുതാൻ കറക്റ്റ് ആണ്, പക്ഷെ തിരിച്ചെഴുതുമ്പോൾ വേൾഡ് വാർ ദ സെക്കൻഡ് എന്ന് എഴുതരുത്, വേൾഡ് വാർ സെക്കൻഡ് എന്ന് എഴുതാവൂ എന്നർത്ഥം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡാഷ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഈസ് എ വെരി ഫേമസ് യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ. Dash University of Kerala. Dash University of Kerala is a very famous university in India. Dash University of Kerala is a very famous university in India. Dash University of Kerala is a very famous university in India. One more question. Dash Mahatma Gandhi University does not publish the result in time. Dash Mahatma Gandhi University. Dash Mahatma Gandhi University does not publish the result in time. Does not publish the result in time. ഇനി നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞ് ആർട്ടിക്കിള്
എവിടെ വേണം, എവിടെ വേണ്ട? The university. യെസ്, ദ യൂണിവേഴ്സിറ്റി എന്ന് കൊടുക്കും. പക്ഷെ ദ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കൊടുക്കില്ല. കറക്റ്റ് ആണ്. അപ്പൊ എഴുതി ചേർക്കുക. യൂണിവേഴ്സിറ്റി എന്ന വാക്കിന് മുമ്പ് ദാ ചേർക്കാം. എന്നാൽ യൂണിവേഴ്സിറ്റി എന്ന വാക്കിന് മുമ്പ് ഒരു പേര് വന്നിട്ടുണ്ടെങ്കിൽ, യൂണിവേഴ്സിറ്റി എന്ന വാക്കിന് മുമ്പ് ഒരു പേര് വന്നിട്ടുണ്ടെങ്കിൽ, അത് വ്യക്തിയുടെ പേരാകാം, സംസ്ഥാനത്തിന്റെ പേരാകാം. എന്നാൽ യൂണിവേഴ്സിറ്റി എന്ന വാക്കിന് മുമ്പ് ഒരു പേര് വന്നിട്ടുണ്ടെങ്കിൽ ആ പേരിന് മുമ്പ് ആർട്ടിക്കിൾ പാടില്ല, അല്ലെങ്കിൽ ദാ പാടില്ല. ആ പേരിന് മുമ്പ് ദാ പാടില്ല. പേരിന് മുമ്പ് ദാ പാടില്ല. അതായത് എന്നാ നമ്മുടെ ആദ്യത്തെ ചോദ്യം നിങ്ങൾ നോക്കിയേ, എന്താണ്? യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് എഴുതുന്നതിന് പകരം കേരള യൂണിവേഴ്സിറ്റി എന്നാണ് ഞാൻ പറഞ്ഞിരുന്നതെങ്കിൽ അതിനു മുമ്പ് ദാ കൊടുക്കുമായിരുന്നോ? ഇല്ലല്ലോ, ഇല്ല. കാരണം കേരള സ്റ്റേറ്റിന്റെ പേരാണ് വന്നേക്കുന്നത്. അപ്പൊ അതായത് ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് പറയും, പക്ഷെ കേരള യൂണിവേഴ്സിറ്റി എന്നേ പറയത്തുള്ളൂ. ആ കേരളയ്ക്ക് മുമ്പ് ദാ കൊടുക്കില്ല എന്നാണ്. ഓക്കെ, വേണേ അവിടെ ബ്രാക്കറ്റിൽ എഴുതി ഇട്ടേ, ഡോൺ സേ ദ കേരള യൂണിവേഴ്സിറ്റി. ഡോൺ സേ ദ കേരള യൂണിവേഴ്സിറ്റി. കേരള യൂണിവേഴ്സിറ്റി ദ കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയരുതെന്നാണ്. അടുത്ത ചോദ്യം ഇതാണ്. ഹി പ്ലേസ് ഡാഷ് വയലിൻ. ഹി പ്ലേസ് ഡാഷ് വയലിൻ. ഹി പ്ലേസ് ഡാഷ് വയലിൻ. 2, 3, 4 എഴുതി കഴിഞ്ഞാൽ ഈ പാർട്ട് തീരും. അതായത് യൂസസ് ഓഫ് 4, 5 മറ്റുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ക്ലാസ് നിർത്തിയേക്കാം. ഇടയ്ക്ക് കുറച്ച് സമയം മിസ്സായി പോയിട്ടുണ്ടാകും, പിന്നെ കംപ്ലീറ്റ് ചെയ്യാം. ഹി പ്ലേസ് ഡാഷ് വയലിൻ. അവിടെ ദാ കൊടുക്കണം. കാരണം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുകളുടെ പേരിന് മുമ്പ് ദാ ചേർക്കണം. എഴുതി ചേർക്കുക. കാരണം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുകളുടെ പേരിന് മുമ്പ് ദാ ചേർക്കണം. അടുത്തത്, he is dash only son of him. He is dash only son of him. ഇവിടെ ദാ ചേർക്കണം. He is the only son of him. അവന്റെ ഒരേ ഒരു മകനാണ്, അവന്റെ ഒരേ ഒരു മകനാകുന്നു ആ വ്യക്തി. He is the only son of him. ഇനി എന്റെ കാരണം എഴുതിയേരെ. അൾട്ടിമേറ്റ്, കോമ only, കോമ നെക്സ്റ്റ്, കോമ ലാസ്റ്റ് തുടങ്ങിയ വാക്കുകൾക്ക് മുമ്പ് ദാ ചേർക്കണം. പരീക്ഷയ്ക്ക് കണ്ടുവരുന്ന വാക്കുകളാണ് ഇതൊക്കെ. അൾട്ടിമേറ്റ്, only, നെക്സ്റ്റ്, ലാസ്റ്റ് തുടങ്ങിയവയ്ക്ക് മുമ്പ് ദാ ചേർക്കണം. അതിനൊരു കാരണം ഇതാണ്. ഇപ്പൊ കാരണം നിങ്ങൾ എഴുതിയില്ലേ കുഴപ്പമില്ല. ഈ അൾട്ടിമേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രി ഒന്നും അല്ല, പക്ഷെ ഹയർ ഡിഗ്രിയിലാണ് വാക്ക് കൊടുത്തിരിക്കുന്നത്. ഹയർ ഡിഗ്രിയാണ് അൾട്ടിമേറ്റ് നമ്മൾ പറയുമ്പോൾ. എന്താണ്? ഒരു ഹയർ ഡിഗ്രി ഉണ്ട്, വാക്കിന് തന്നെ സെൻസ് ഉണ്ട്. പക്ഷെ ഇതൊരു സൂപ്പർലേറ്റീവ് ഡിഗ്രി അല്ല. ഒള്ളി എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ്, ഒരു ഹയർ ഡിഗ്രിയാണ്. അപ്പൊ ഹയർ ഡിഗ്രിയിൽ ഉള്ളത് കൊണ്ട് ഇതിനെ നമ്മൾ ഏതാണ്ട് സൂപ്പർലേറ്റീവ് ആയിട്ട് കരുതുക. ഏതാണ്ട് സൂപ്പർലേറ്റീവ് അല്ല, ഏതാണ്ട് സൂപ്പർലേറ്റീവിന്റെ ആ ഒരു ലെവലിലേക്ക് വാക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുക. അപ്പൊ ഈ വാക്കുകളെ ഓർത്തിരുന്നാൽ മതി. ഒള്ളി, ലാസ്റ്റ്, നെക്സ്റ്റ്, അൾട്ടിമേറ്റ് തുടങ്ങിയ വാക്കുകൾക്ക് മുമ്പ് നമ്മൾ എന്താണ്? ദാ ചേർക്കണം. നെക്സ്റ്റ് വൺ, ഹി മൂവ്സ് ടുവേർഡ്സ് ഡാഷ് നോർത്ത്. He moves towards dash north. He moves towards dash north. ഇവിടെയും ദാ കൊടുക്കണം. കാരണം
എഴുതി ചേർക്കുക. ദിശകളുടെ പേരിന് മുമ്പ് ദാ ചേർക്കണം. ദിശ അതായത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നൊക്കെ പറയുന്ന എല്ലാം ഡയറക്ഷൻസ് ആണ്, ദിശകളാണ്. ദിശകളുടെ പേരിന് മുമ്പ് ദാ ചേർക്കണം. ദിശകളുടെ പേരിന് മുമ്പ് ദാ ചേർക്കണം. അടുത്തത് ഡാഷ് ഹാർട്ട് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഓർഗാൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. ഡാഷ് ഹാർട്ട് HEART ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഓർഗാൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. Dash heart is an important organ of human beings. ഇവിടെ നിങ്ങൾ ദാ കൊടുക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഹ്യൂമൻ ബീയിങ്സിന്റെ, ഹ്യൂമൻ ഓർഗാൻസിന്റെ ഒക്കെ പേരിന് മുമ്പ് ദാ ചേർക്കണം എന്നുള്ളതാണ്. എഴുതി ചേർക്കുക. ഓർഗാൻസിന്റെ പേരിന് മുമ്പ്, അവയവങ്ങളുടെ പേരിന് മുമ്പ് ദാ ചേർക്കണം. ദ കിഡ്നി, ദ ലിവർ, അങ്ങനെ എന്താണ് അവയവങ്ങളുടെ പേരിന് മുമ്പ് ദാ ചേർക്കണം. അവയവങ്ങളുടെ പേരിന് മുമ്പ് ദാ ചേർക്കണം. ഇനി അടുത്തത് ഡാഷ് ഹിന്ദുസ് ആർ മോസ്റ്റ്ലി വെജിറ്റേറിയൻസ്. 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 ഇവിടെ നിങ്ങൾ ദ ഹിന്ദുസ് എന്ന് കൊടുക്കണം. ദ ഹിന്ദുസ്, ദായാണ് വേണ്ടത്. അതായത് എന്താണ്, ആളുകളെ സൂചിപ്പിക്കാനാണ്. ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ട ആളുകളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ദ ചേർക്കാം. ദ ഹിന്ദുസ് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ എന്നാണ് അർത്ഥം. ദ ഈഴവാസ് എന്ന് പറഞ്ഞാൽ ഈഴവർ എന്നാണ് അർത്ഥം. ദ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു പ്രത്യേക മതത്തിൽ എഴുതി ചേർക്കുക. ഒരു പ്രത്യേക മതത്തിൽ അല്ലെങ്കിൽ ജാതിയിൽപ്പെട്ടവരെ സൂചിപ്പിക്കുവാൻ ദ ചേർക്കണം. ഒരു പ്രത്യേക ജാതി അല്ലെങ്കിൽ മതത്തിൽപ്പെട്ടവർ എന്ന് സൂചിപ്പിക്കുവാൻ ദ ചേർക്കണം. ലാസ്റ്റ് പോയിന്റ്. Dash Taj Mahal is situated on the bank of river Yamuna. Dash Taj Mahal is situated on the bank of river Yamuna. Dash Taj Mahal is situated on the bank of river Yamuna. Answer ദാ കൊടുക്കണം. കാരണം ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സിന്റെ പേരിന് മുമ്പ് ദാ കൊടുക്കണമെന്നാണ്. ദ കുത്തബ് മിനാർ, ദ റെഡ് ഫോർട്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഹിസ്റ്റോറിക്കൽ മോണുമെന്റുകളുടെ പേരിന് മുമ്പ് ദാ ചേർക്കണം. അപ്പൊ ഇത്രയൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ഇവയുടെ എല്ലാം, അതായത് എല്ലാം ദാ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ കാണും. മിക്കവാറും ഈ യൂസസ് ഓഫ് ദാ തന്നെയാണ്. എക്സെപ്റ്റ് ഒന്നോ രണ്ടോ കേസ് മാത്രമേ നമ്മൾ അതിന്റെ എക്സെപ്റ്റൻസ് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് എക്സെപ്ഷൻസ് തന്നെയായിട്ടൊരു ടോപ്പിക് ഉണ്ട്. അത് ദാറ്റ് വി വിൽ ടേക്ക് ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഇനി ഇന്ന് നമ്മൾ എടുത്ത ടോപ്പിക്കിൽ ഏതെങ്കിലും കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറഞ്ഞുതരാം. ഇല്ലെങ്കിൽ നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. ഏതെങ്കിലും ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ക്ലാസ് ഡിസ്കണ്ടിന്യൂ ചെയ്യും. Thank you, sir. Okay then. Thank you, sir. Okay.